Hello dear students, good evening to all and welcome to Target Learning App. So നമ്മുടെ അടുത്ത ജൈത്ര യാത്രയിലേക്ക് കടക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ഏകദേശം 4 ചാപ്റ്ററോളം അതിന്റെ നിങ്ങളുടെ ചാപ്റ്ററുമായി ചാപ്റ്ററിന്റെ എല്ലാ ഏരിയാസിനെയും ബന്ധിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ചാപ്റ്റർ കവർ ചെയ്തിരുന്നു ക്വസ്റ്റ്യനിലൂടെ. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. നമ്മൾ ഇന്നലെ ചെയ്ത ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ്, 2 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, 3 AC ആണ്, ഓക്കെ, 4 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഇന്നലെ നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഏത് മക്കളെ? റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സിലേക്ക് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ചാപ്റ്ററിനങ്ങ് കവർ ചെയ്യാം. ഏകദേശം എല്ലാ ടോപ്പിക്സും ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്ക് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അരമണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ ചാപ്റ്റർ കവർ ചെയ്യണത്. ഓക്കെ, സോ അതുകൊണ്ട് ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് മെജോറിറ്റി ഓഫ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. റൈറ്റ്, നോക്കാം നമുക്ക്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇന്ന് കവർ ചെയ്യുന്നതിൽ. ആദ്യത്തെ ചാപ്റ്റർ ആണ് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, കുറച്ച് കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, റൈറ്റ് ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. മക്കളെ, എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ? അപ്പൊ ആദ്യം റിഫ്ലക്ഷൻ എന്താ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരു സ്മൂത്ത് സർഫസിൽ തട്ടിയിട്ട് ചില ലോസ് ഒബേ ചെയ്തുകൊണ്ട് സെയിം മീഡിയത്തിലേക്ക് റീസെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻഡ് ബാക്ക് ചെയ്യുന്ന ഫിനോമിനൻ വിളിക്കുന്ന പേരാണ് എന്ത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ it is a phenomenon of sending back a light ray when it is incident on a smooth surface. That is what is known as reflection of light. Reflection of light ല് ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട്, പിന്നെ എന്തുണ്ട് മക്കളെ? നോർമൽ ഉണ്ട് അല്ലെ? ഇങ്ങനെ 3 ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഉണ്ട്. അപ്പൊ എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ ലോ മക്കളെ, ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിലായിരിക്കും. അതാണ് ഒന്നാമത്തെ ലോ. ഓക്കെ, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ വിൽ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ലോ എന്താണ്? രണ്ടാമത്തെ ഇതെന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മളുടെ എന്ത്? ലോസ് ഓഫ് റിഫ്ലക്ഷന്റെ ലോസ് ഓഫ് റിഫ്ലക്ഷന്. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ്, അപ്പൊ എന്താ റിഫ്ലക്ഷന്, എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മക്കളെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ കുറിച്ചാണ്. ഒരു മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും മക്കളെ, മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എപ്പോഴും എല്ലാ മെഷർമെന്റും പോളിൽ നിന്നേ എടുക്കാൻ പാടുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസിഡന്റ് റേ എപ്പോഴും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കായിരിക്കണം ഇൻസിഡന്റ് റേ ഉണ്ടാവേണ്ടത്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് എപ്പോഴും ഇൻസിഡന്റ് റേ പോകേണ്ടത്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസിഡന്റ് റേ എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്ക് ഇൻസിഡന്റ് റേ പോകുന്ന ഡയറക്ഷനിലേക്ക് എടുക്കുന്ന എല്ലാ മെഷർമെന്റ്സും എന്തായിരിക്കും? പോസിറ്റീവ്. സോ റൈറ്റിലേക്കുള്ള എല്ലാ മെഷർമെന്റ്സും പോസിറ്റീവ്, ലെഫ്റ്റിലേക്കുള്ള എല്ലാ മെഷർമെന്റ്സും നെഗറ്റീവ്, പ്രിൻസിപ്പൽ ആക്സിന്റെ മുകളിലേക്കുള്ള എല്ലാ മെഷർമെന്റ്സും പോസിറ്റീവ്, പ്രിൻസിപ്പൽ ആക്സിന്റെ താഴേക്കുള്ള എല്ലാ മെഷർമെന്റ്സും നെഗറ്റീവ്. ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു മിറർ ആണെങ്കിൽ ആ മിററിന്റെ പോളിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കുന്ന എല്ലാ മെഷർമെന്റ്സും പോസിറ്റീവ്, പോളിന്റെ ലെഫ്റ്റിലേക്കുള്ള എല്ലാ മെഷർമെന്റ്സും നെഗറ്റീവ്, പ്രിൻസിപ്പൽ ആക്സിന്റെ മുകളിലേക്കുള്ള എല്ലാ മെഷർമെന്റ്സും പോസിറ്റീവ്, താഴേക്കുള്ള ഒക്കെ എന്താ മക്കളെ? നെഗറ്റീവ്. ദാറ്റ്സ് ഓൾ. ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. റെഡി അല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കാം, നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഒരു കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള ബന്ധം അത് നമുക്കറിയാം. റേഡിയസ് ഓഫ് കർവേച്ചർ ഫോക്കൽ ലെങ്ത്തിന്റെ ഇരട്ടിയാന്നുള്ളത് നമുക്കറിയാം. ഒന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു കോൺകേവ് മിറർ വരച്ചു. കണ്ടല്ലോ? കണ്ടു. പ്രിൻസിപ്പൽ ആക്സ് കാണിച്ചു. കണ്ടല്ലോ? കണ്ടു. ഫോക്കസ് കാണിച്ചു. സെന്റർ ഓഫ് കർവേച്ചറും കാണിച്ചു. ഇനി
ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിന് പാരലായി വന്നാൽ ആ ലൈറ്റ് റേ ഫോക്കസ് കൂടെ അങ്ങ് കടന്നു പോകും. ശരിയല്ലേ? ശരി. ഇതെന്താണ്? സെന്റർ ഓഫ് കർവേച്ചറാ. അവിടുന്ന് നമ്മുടെ മിററിലേക്ക് വരക്കുന്ന ആ റേ എന്തായാലും മിററിന് എന്തായിരിക്കും? എപ്പോഴും പെർപെൻഡിക്കുലറാ. എന്ന് പറഞ്ഞാൽ ഈ ലൈൻ നോർമലാ. എന്ന് പറഞ്ഞാൽ ഈ ഇൻസിഡന്റ് റേയും ഈ നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസാ. അതിന് ഞാൻ തീറ്റ എന്ന് കൊടുത്ത്. അപ്പൊ ഈ നോർമലും അതുപോലെ തന്നെ ഈ റേയും എന്താ ഉണ്ടാക്കുന്ന ആംഗിൾ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനാ. അതിന് ഞാൻ തീറ്റ എന്ന് കൊടുത്തു. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താണ്? തീറ്റയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ലൈറ്റ് റേ ഇങ്ങനെ വന്നാൽ ഫോക്കസ് കൂടെ അല്ലേ പോവാ? ഇവിടെ ഞാൻ സി വരച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ പറ, ഈ ഒരു ആംഗിൾസ് സെയിം അല്ലേ? ഈ ആംഗിളും ഈ ആംഗിളും എന്തായാലും സെയിം ആയിരിക്കും അല്ലേ? അതുപോലെ ഈ ആംഗിൾസ് രണ്ടും സെയിം ആവണ്ടേ? ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആണ്. സോ ഇത് തീറ്റ ആയതുകൊണ്ട് ഇത് തീറ്റയാണ്, ഇത് 2 തീറ്റ ആയതുകൊണ്ട് ഇതും എന്താണ്? 2 തീറ്റയാണ്. റെഡി? ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് പറയാം. സോ തീറ്റ എന്ന് പറയുന്നത് ആർക്ക് എം പി ബൈ എന്താണ്? റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ, r എന്ന് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിലോ അപ്പോഴും ആർക്ക് ലെങ്ത് സെയിം തന്നെയാണ്. അപ്പൊ എന്താ? 2 തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് എം പി ഡിവൈഡഡ് ബൈ എന്താടാ? ഈ ലെങ്ത് ദാ റേഡിയസ് വരെ അല്ലെ? ഇതെല്ലാം എടുക്കുന്ന സെക്ടർ. അപ്പൊ ഇത് റേഡിയസ് എന്താ? ഫോക്കൽ ലെങ്ത്. അപ്പൊ എഫ് എന്ന് വരും. സോ ഞാൻ ഈ രണ്ട് ഇക്വേഷൻസും ഒന്ന് ഡിവൈഡ് ചെയ്യാണ്. 2/1 അടിച്ചാൽ എന്ത് കിട്ടും? 2/1 2 തീറ്റ ബൈ തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് എം പി രണ്ടിലും കട്ടാവും. ബാക്കി എന്തുണ്ടാവും മക്കളെ? 1/f ബൈ 1/r എന്നുണ്ടാവും. ബിക്കോസ് ആർക്ക് ലെങ്ത് രണ്ടും കട്ടായി പോകും. സോ ദിസ് ബിക്കംസ് തീറ്റ കട്ടാവും. സോ 2 ഇസ് ഈക്വൽ ടു r ബൈ f എന്നുണ്ടാവും. ഫ്രം ഹിയർ എന്താ മക്കളെ? r is equal to എന്താണ്? r is equal to 2f എന്ന് കിട്ടും. ഇറ്റ്സ് വെരി സിമ്പിൾ ഡെറിവേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യം. മക്കൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. റേഡിയസ് ഓഫ് കർവേച്ചർ, ഡബിൾ ഓഫ് ഫോക്കൽ ലെങ്ത് ഒരുപാട് ചെയ്യാനൊന്നുമില്ല. ആ ആംഗിൾസ് കൃത്യമായി മാർക്ക് ചെയ്യാം. ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള കോൺസെപ്റ്റിൽ നീങ്ങുക. രണ്ട് ആർക്ക് രണ്ട് ഇതുണ്ടാവുമല്ലോ, 2 സെക്ടർ ഉണ്ടാവുമല്ലോ. അപ്പോൾ രണ്ടിൽ ഇതിൽ നിന്ന് ആർക്ക് ബൈ റേഡിയസ് അടിക്കുക, ഇതിൽ നിന്നും ആർക്ക് ബൈ റേഡിയസ് അടിക്കുക. അപ്പൊ എന്ത് കിട്ടി? 2 ഇക്വേഷൻസ് ആയി ഡിവൈഡ് ചെയ്യാൻ അങ്ങ് വേണ്ട സാധനം കിട്ടി. അപ്പൊ എപ്പോഴും ഓർക്കുക, റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ? ഫോക്കൽ ലെങ്ത്തിന് ഡബിൾ ആയിരിക്കും. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒക്കെ നമ്മൾ ഡെറിവേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ അധികം വരുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, റെഡി? നെക്സ്റ്റ് വൺ ഈസ് obtain the mirror equation. മക്കളെ, മിറർ ഇക്വേഷൻ നമ്മൾ ഒബ്റ്റൈൻ ചെയ്യണം, നമ്മൾ ഡിറൈവ് ചെയ്യണം. ഓക്കെ, സിമ്പിൾ. മിറർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒരു മിറർ കാണിക്കുന്നു, ഒരു പ്രിൻസിപ്പൽ ആക്സിസ് കാണിക്കുന്നു, ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ കാണിക്കുന്നു. റൈറ്റ്? ഒരു ഒബ്ജക്റ്റിനെ കാണിക്കുന്നു. ഓക്കെ, ഇത് എഫ് ആയിക്കോട്ടെ, ഇത് സി ആയിക്കോട്ടെ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ലിസൺ, ഒന്ന് വൃത്തിയാക്കി കാണിക്കാം. ലിസൺ, ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എഫ് ആണ്, ഇത് എഫ് ആണ്, ഇത് സി ആണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ കാണിക്കുമ്പോൾ അതിന്റെ ഇമേജ് ഫോർമേഷൻ ലൈറ്റ് ഇങ്ങനെ പോയി, സോറി, ആദ്യം നമുക്കൊന്ന് ഇതൊന്ന് ഇങ്ങനെ മിററൊക്കെ ഒന്ന് ഇങ്ങനെ കുട്ടപ്പനാക്കി കാണിക്കാട്ടോ. അത് പോളാണേ. നെക്സ്റ്റ് ഒരു ലൈറ്റ് റേ ഇങ്ങനെ പോയി, ഒരു ലൈറ്റ് റേ ഇങ്ങനെ പോയി, നേരെ പോയി തട്ടി. ഓക്കെ, അത് ഫോക്കസ് കൂടെ പോകും. പക്ഷെ നമ്മൾ ഇങ്ങനെ വരക്കാം. നമുക്ക് ഫോക്കസ് കൂടെ പോണത് വരക്കാം കേട്ടോ. ഫോക്കസ് കൂടെ പോണതല്ലേ നല്ലത്, അല്ലെങ്കിൽ നമുക്ക് പോൾ കൂടെ പോണാക്കാം. അത് നല്ലത്. പോൾ കൂടെ പോണ ലൈറ്റ് ഇങ്ങനെ പോകും. ഓക്കെ, ലൈക്ക് ദിസ്, സെയിം ആംഗിളിൽ കടന്നു പോകും. വേറെ ലൈറ്റ് റേ സിയിലൂടെ പോയാൽ സിയിലൂടെ പോയാൽ എങ്ങോട്ടാ പോവാ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ലൈറ്റ് റേ സിയിലൂടെ പോയാൽ അത് എങ്ങോട്ടാ പോവാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോട്ടോ. ഒരു ലൈറ്റ് റേ സിയിലൂടെ പോയാൽ അത് തട്ടിയായിട്ട് എന്ത് ചെയ്യണ്ട? സിയിലൂടെ പോയാൽ അതേ ഇതിൽ തിരിച്ചു വരണം അല്ലേ? തിരിച്ചു വരും. സോ നമുക്ക് ഇമേജ് കിട്ടുക ഇവിടെയാണ്. നമുക്ക് എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക. സോ അത് ഒ ബി ആണ്, ഇത് എന്താണ്? ഐ എം ആണ്, ഇത് പി ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മക്കളെ, നിങ്ങൾ 2 ട്രയാങ്കിൾസ് കാണാം. ഏതൊക്കെ? ഒന്ന് ഈ ഒരു ട്രയാങ്കിളും കാണും, ഈ ഒരു ട്രയാങ്കിളും കാണും. ആ 2 ട്രയാങ്കിൾസും എന്താ? സിമിലർ ട്രയാങ്കിൾസ് ആണ്. റൈറ്റ്? അപ്പൊ എന്താ പറയാ നമുക്ക്? ഒ ബി പി ആൻഡ് ട്രയാങ്കിൾ ഒ ബി പി ആൻഡ് ട്രയാങ്കിൾ ഐ എം പി ആർ സിമിലർ. ഓക്കെ അല്ലേ? അവർ സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അവരെ സെയിം ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. ഇത് രണ്ടും സെയിം ആംഗിൾസ് ആണ്, ഇത് രണ്ടും സെയിം ആംഗിൾസ് ആണ്, ഇതും സെയിം ആംഗിൾസ് ആണ്. അപ്പോൾ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആരാ? അത് എച്ച്ഒ. അപ്പൊ എന്താ? എച്ച്ഒ ബൈ, അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഇവന്റെ ഈക്വൽ ആംഗിൾ അല്ലേ? അപ്പൊ ഓന്റെ ഓപ്പോസിറ്റ് എന്താ? ഐ എം. അപ്പൊ ഇമേജ് ആണ്, സോ എച്ച് ഐ ആണ് ഈസ് ഈക്വൽ ടു. ഇനി മക്കളെ, ഇതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇതല്ലേ? അതെന്താ? പോളിന്ന് ഒബ്ജക്റ്റിലേക്ക് ഡിസ്റ്റൻസ് ആണ്, അത് യു ആണ് വരിക, ഡിവൈഡ് ബൈ ഈ ആംഗിളിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഇവിടെ അതല്ലേ വരിക. അതിന് ഓപ്പോസിറ്റ് എന്താ വരിക? ഐ പി. അപ്പൊ എന്താ വരിക? ഐ പി പറഞ്ഞാൽ എന്താ?
IP പറഞ്ഞാൽ എന്താ? IP പറഞ്ഞാൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് അത് V ആണ് വരിക. സെറ്റ് അല്ലേ? സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് എന്ത് റിലേഷൻ. അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നെക്സ്റ്റ് വൺ ഈസ് അടുത്തത് മക്കൾ നോക്കണം. അടുത്ത എന്താണ്? ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോണത് ഈ രണ്ട് ട്രയാങ്കിൾസാ. ഈ ട്രയാങ്കിളും സിമിലർ ആണ്. കാരണം ഈ ആംഗിളും സെയിം ആണ്. ഇത് 90 ആണ്. അപ്പൊ ഈ ആംഗിൾസ് എന്താണ്? സെയിം ആണ്. സോ നമ്മൾ പറയാണ് ട്രയാങ്കിൾ OBC ആൻഡ് ട്രയാങ്കിൾ CIM ആർ എന്താണ്? സിമിലർ. അത് രണ്ടും സിമിലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം. ഇതിന് ഓപ്പോസിറ്റ് ബൈ ഇതിന് ഓപ്പോസിറ്റ് എന്താ? OB ബൈ IM. OB പറഞ്ഞാൽ എന്താ? HO ബൈ IM എന്താ? HI ഈസ് ഈക്വൽ ടു ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും സൈഡും ഇതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഇതുമാണ് വരിക. അപ്പൊ നോക്കടാ, എന്താ ഇത് പറഞ്ഞാല് U മൈനസ് R അല്ലേ എന്ന്. അപ്പൊ എന്താ പറ? U മൈനസ് R ബൈ എന്താ മക്കളെ? ഈ സൈഡ് പറഞ്ഞാല് R മൈനസ് V അല്ലേ എന്ന്. അപ്പൊ എന്താ? R മൈനസ് V. പുട്ട് ദിസ് ഇക്വേഷൻ നമ്പർ 2. ഈ 1ഉം 2ഉം സെയിം അല്ലേ? അപ്പൊ എന്ത് ചെയ്താ? U ബൈ V ഇസ് ഈക്വൽ ടു U മൈനസ് R ബൈ R മൈനസ് V എന്നുണ്ടാവും. സെറ്റ് അല്ലേ? നൗ ദാറ്റ് ഈസ് എടാ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ എന്താ? UR മൈനസ് UV ഇസ് ഈക്വൽ ടു UV മൈനസ് VR എന്നുണ്ടാവും. R ഒക്കെ ഒരു ഭാഗത്തേക്ക് ആക്കാം. അപ്പൊ എന്താ? UR plus VR is equal to UV plus UV. അതെന്താ? 2 UV. ഓക്കെ ആണോ? അപ്പൊ R പുറത്തേക്ക് എടുത്താൽ U plus V എന്നാകും. അപ്പൊ R is equal to എന്താണ്? U2UV by എന്താണ്? U plus V എന്ന് കിട്ടും. R പറഞ്ഞാൽ എന്താ? 2F ആണ്. സോ 2F എന്താ? 2F is equal to 2UV by U plus V. 2 കട്ട് F is equal to UV by U plus V. ഓക്കെ ആണല്ലോ? F കിട്ടി. Now ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ ഇതൊരു റെസിപ്രോക്കൽ എടുക്കാൻ പോവാം. അപ്പൊ എന്താ? 1/F ഇസ് ഈക്വൽ ടു U പ്ലസ് V ബൈ UV എന്ന് വരും. ഒന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതിയാൽ 1/F ഇസ് ഈക്വൽ ടു U ബൈ UV പ്ലസ് V ബൈ UV എന്ന് വരും. V കട്ടാവും, U കട്ടാവും. അപ്പൊ എന്താ? 1/V പ്ലസ് 1/U ദാറ്റ് ഈസ് 1/F. സൈൻ കൺവെൻഷൻ കൊടുക്കാം. ഇവിടെ ആരാ ഉപയോഗിച്ച്? കോൺകേവ് മിറർ. കോൺകേവ് മിറർ ആയതുകൊണ്ട് അവന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവാ. സോ U എന്താ? നെഗറ്റീവാ. എല്ലാവർക്കും നെഗറ്റീവ് കൊടുത്താൽ എല്ലും പ്ലസ് ആവും. സോ 1/F is equal to 1/U plus 1/V is the mirror formula. It's very simple. Okay. അപ്പൊ രണ്ട് ട്രയാങ്കിൾസിനെ എടുക്കണം. ഓക്കെ ആണോ? രണ്ട് ട്രയാങ്കിൾസിനെ എടുത്തിട്ട് അവര് സിമിലർ. എടാ എല്ലാ ഡെറിവേഷനും നിങ്ങൾ കാണാൻ പഠിക്കരുത്. എല്ലാ ഡെറിവേഷനും അതിൻ്റെതായ ഒരു ഹിന്റ് ഉണ്ടാവും. ഡെറിവേഷൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഹിന്റ് ആണ് വരേണ്ടത്. മിറർ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഹിന്റ് എന്താ വരേണ്ടത് അറിയോ? ഇത് നിങ്ങൾ ഇമേജ് ഫോർമേഷൻ ഈ രീതിയിലേക്ക് വരക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോഴേ നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിൾസ് ഇങ്ങനെ സിമിലർ ട്രയാങ്കിൾസ് ഒന്നതാ ഈ ഒരു പെയറും അതുപോലെ ഈ ഒരു പെയറും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആക്കി വെച്ചിട്ട് അവരെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ഒന്നും പറഞ്ഞാട്ട് അവിടെ ജാമ്യ പരിപാടി കഴിഞ്ഞ്. ഓക്കെ ആണല്ലോ? ഈ രീതിയിലേക്കാണ് നിങ്ങൾ ഈ ഡെറിവേഷനെ കാണേണ്ടത്. പിന്നെ ഒന്നുമില്ല, പിന്നെ സിംപ്ലിഫിക്കേഷൻ, ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ. കുറച്ച് മാത്സ് സ്കില്ലുള്ള കുട്ടിക്ക് ഈസി, വെരി വെരി ഈസി, റൈറ്റ്? അപ്പൊ ഇതാണ് മക്കളെ എന്ത്? ഇങ്ങനെ മിറർ ഫോർമുല നമ്മൾ എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്യുക. സെറ്റ് ആണല്ലോ? ഓക്കെ, യെസ്. സോ ലിസൺ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് അടുത്തൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. An object is placed at 10 centimeter. പിന്നെ 5 centimeter. 10ലും വെക്കുന്നുണ്ട് 5ലും വെക്കുന്നുണ്ട് ഒബ്ജക്റ്റ്. In front of a concave mirror. മിറർ കോൺകേവ് ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ 15. ആയിക്കോട്ടെ മക്കൾ നോക്ക്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളെ U എന്ന് പറഞ്ഞാൽ ഓൾവേസ് നെഗറ്റീവ്. ബിക്കോസ് ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. അപ്പൊ U എന്തായിരിക്കും? നെഗറ്റീവാ. സൈൻ കൺവെൻഷൻ എന്താ? -10 സെന്റിമീറ്റർ ഒന്നുണ്ടാവും. ഓക്കെ, കോൺകേവ് മിറർ ആണ്. ആയിക്കോട്ടെ. നൗ റേഡിയസ് ഓഫ് കർവേച്ചർ 15. കോൺകേവ് മിറർ ആവുമ്പോൾ അവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ മക്കളെ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് ഇതായിരിക്കും, സെന്റർ ഓഫ് കർവേച്ചർ ഇതായിരിക്കും. അപ്പൊ അതിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും, റേഡിയസ് ഓഫ് കർവേച്ചറും നെഗറ്റീവ് ആയിരിക്കും. സോ റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര പറഞ്ഞിട്ടുണ്ട്? 15. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് എന്താ? -15/2 സെന്റിമീറ്റർ ആണ് അതിന്റെ എന്തുണ്ടാവുക? ഫോക്കൽ ലെങ്ത് ഉണ്ടാവുക. റൈറ്റ്. നെക്സ്റ്റ്, ഇമേജിന്റെ പൊസിഷൻ കാണണം, നേച്ചർ കാണണം, മാഗ്നിഫിക്കേഷൻ കാണണം. കാണാലോ? ഇവിടെ നോക്ക്, ഇമേജിന്റെ അല്ലേ നമ്മൾ കാണാലോ? ഇക്വേഷൻ മക്കളെ എന്താ? 1/F is equal to 1/U plus 1/V. 1/V is equal to 1/F minus 1/U. Put the values with a sign convention. Sign convention കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യടാ? ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? 1/F എന്താ മക്കളെ? -15/2. ആ 2 മുകളിൽ കയറും എന്തായാലും. -1/U എന്താടാ? -10 ഈസ് ഈക്വൽ ടു
2 മുകളിൽ കയറി മൈനസ് 2/15 ആയി. ഇത് പ്ലസ് 1/10 ആയി. ഇത് വേണമെങ്കിൽ 1/10 മൈനസ് 2/15 എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 മൈനസ് 20. 15 മൈനസ് 20/150 ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 5/150. That is equal to minus 1/30. എന്ത് 1/v. What is v? Minus 30 centimeter എന്നുണ്ടാവും മക്കളെ. v എന്താ മൈനസ് 30 സെന്റിമീറ്റർ എന്ന് കിട്ടി. സെറ്റ് അല്ലേ? യെസ്. ഇനി നമുക്ക് കാണാൻ പറഞ്ഞപ്പോൾ മൈനസ് 30 എന്ന് പറഞ്ഞാൽ വി എവിടെ, ഇമേജ് എവിടെ, ലെഫ്റ്റ് സൈഡിലാ. നെഗറ്റീവ് ആ വി കിട്ടി. അപ്പൊ ലെഫ്റ്റ് സൈഡിലാ ഇമേജ് ഉണ്ടാവുക. സോ ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിൽ, ഇമേജും ലെഫ്റ്റ് സൈഡിൽ. അതുകൊണ്ട് നമുക്ക് പൊസിഷൻ ഓഫ് ഇമേജ് കിട്ടി. ഇനി ഇമേജിന്റെ പ്രോപ്പർട്ടീസ് വേണേ പറയാം. എന്തൊക്കെയാണ്? അത് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് റിയൽ ഇമേജ് ആയിരിക്കും. എന്താ? ഇൻവേർട്ടർ ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറയാൻ പറ്റും. ഇനി മാഗ്നിഫിക്കേഷൻ കണ്ടുനോക്കാം. എടാ മിററിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ? മൈനസ് വി ബൈ യു അല്ലെങ്കിൽ HI/HO ആണ്. മൈനസ് വി ബൈ യു കൊടുക്കുമ്പോൾ മൈനസ് ഇക്വേഷന്റെ മൈനസ് ആണ്. ഇനി വി എന്താ? മൈനസ് 30 ആണ്. യു 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 എന്താ? മൈനസ് 10 ആണ്. സോ മൈനസ് 10. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0 കട്ട് ആവും. നെഗറ്റീവ് 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 എന്താ? നെഗറ്റീവാ. സോ മൈനസ് 3. മാഗ്നിഫിക്കേഷൻ മൈനസ് 3 ആ. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. മാഗ്നിഫിക്കേഷൻ ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ അതെന്താ? എൻലാർജ്ഡ് ഇമേജ്. അപ്പൊ എന്താ? റിയൽ ആണ്, ഇൻവേർട്ടർ ആണ്, എൻലാർജ്ഡ് ഇമേജ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഒബ്ജക്റ്റീവ് വെച്ച് എവിടെ ആയിരിക്കും? ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആയിരിക്കും. എഫിന്റെ സിന്റെ ഇടയ്ക്ക് വെക്കുമ്പോൾ ഇമേജ് എന്ത് കിട്ടുക? വലിയ ഇമേജ് കിട്ടുക, എൻലാർജ്ഡ് ഇമേജ് കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. ചുമ്മാ 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 ചുമ്മാ. യു എത്ര മക്കളെ? യു 10 ആണ്. ഓക്കെ അല്ലേ? 10. എഫ് എത്ര മക്കളെ? 10. 15/2 7.5. അപ്പൊ 7 പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 7 പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 7 പോയാൽ എന്ത് കിട്ടും? ഫോക്കസ് കിട്ടും. 15 പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സി കിട്ടും. സി കിട്ടും. ഒബ്ജക്റ്റ് വെച്ച് എവിടെ? 10. 10 പറയുമ്പോൾ ഇവിടെ അല്ലേ ഉണ്ടാവുക? അപ്പൊ ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. എക്സാക്ട്ലി റൈറ്റ്. ഓക്കെ. അപ്പൊ ഈ രീതിയിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെ അനാലിസിസും കൂടി നടത്തിയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോഴേ അത് വണ്ടർഫുൾ ആവുള്ളൂ. സെറ്റ് ആണല്ലോ മക്കളെ? അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. സെറ്റ് ആണല്ലോ? അപ്പൊ ഞാൻ ഇവിടെ 10 സെന്റിമീറ്റർ ആകുമ്പോഴുള്ള കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി 5 സെന്റിമീറ്റർ ആകുമ്പോൾ നിങ്ങൾ ചെയ്യണം. 5 സെന്റിമീറ്റർ ആകുമ്പോൾ സെയിം മിറർ ആണ്. അപ്പൊ 5 സെന്റിമീറ്റർ വെക്കും മൈനസ് 5 വരിക. റെഡി? ഇത് സെയിം തന്നെയാണ്. അപ്പൊ മക്കളെ ശ്രദ്ധിക്കണം. ഇത് എത്ര? 7. ഒബ്ജക്റ്റ് എവിടെ? 5. അപ്പൊ എവിടെയുള്ളത്? എഫിന്റെയും പോളിന്റെയും ഇടയ്ക്കായിരിക്കും ഒബ്ജക്റ്റ് ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് എത്തണം. റെഡി? ഓക്കെ. ആ കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു ഏരിയയിൽ. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. മക്കളെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്താണ്? ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ലോസ് ആണ് പ്രധാനമായിട്ടുള്ളത്. 2 Hello, hello, hello. Hello?
Okay? Yes. Okay. Sorry for the interruption. ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. Okay, voice okay അല്ലേ? Ready. Okay. എന്നാ തുടങ്ങാം നമുക്ക്. Listen. Now, എന്താണ് laws of refraction? Laws of refraction ഒന്നാമത്തെ law പറഞ്ഞു incident ray, refracted ray and the normal will lie in the same plane. രണ്ടാമത്തെ law എന്ന് പറഞ്ഞാൽ ratio between sin of angle of incidence and sin of angle of refraction will be a constant for a given pair of media taken in the same order and given color of light ആണ്. അതായത് ലൈറ്റ് മാറ്റാൻ പാടില്ല, എടുക്കുന്ന മീഡിയാസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, അതിന്റെ ഓർഡറും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആംഗിൾ മാറ്റിക്കോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറ്റിക്കോ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ മാറും. പക്ഷേ sin I by sin R ചെയ്ത ആ വാല്യൂ എന്ത് ചെയ്യൂല, ചേഞ്ച് ചെയ്യൂല. ദാറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. അതാണ് സ്നെൽസ് ലോ വൃത്തിയായിട്ട് പറഞ്ഞാൽ. റൈറ്റ്? ഓക്കെ. സോ സ്നെൽസ് ലോ എന്താന്നുള്ളത് കിട്ടി. സോ സ്നെൽസ് ലോ എന്താ, ഇനി സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയണമെങ്കിൽ പറഞ്ഞോ, ratio of sin of angle of incidence and sin of angle of refraction will be a constant, okay, for a given pair of medias and given color of light എന്ന് പറഞ്ഞോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. sin I by sin R is equal to n21. എന്താ മക്കളെ n21 എന്ന് പറഞ്ഞാൽ? n21 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു ഒന്നാമത്തെ മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ആണ് എന്ത് n21 എന്ന് പറഞ്ഞാട്ടോ. അപ്പൊ നമ്മൾ കാര്യങ്ങള് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. സ്നെൽസ് ലോ എന്താന്ന് പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു. ഈ സ്നെൽസ് ലോ ഇൻ അഡീഷൻ ആയിട്ട് ഇക്വേഷൻ n21 അല്ലേ, അത് n2 by n1 എന്ന് വേണമെങ്കിൽ പറയാം. n2 പറഞ്ഞാൽ എന്താ, രണ്ടാമത്തെ മീഡിയത്തിന്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. n1 ഒന്നാമത്തെ മീഡിയത്തിന്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് v1 by v2 എന്ന് പറയാം. അത് വേണമെങ്കിൽ നമുക്ക് λ1 by λ2 എന്ന് പറയാം. ഇതൊക്കെ അതിന്റെ ഇക്വേഷനിൽ വരുന്നതാണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, സെറ്റ് ആയിട്ട് നോക്കുക. സെറ്റ് ആണല്ലോ മക്കളെ? റെഡി ആണല്ലോ? സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് ലാറ്ററൽ ഷിഫ്റ്റ്. അതായത് ഒരു പ്രിസത്തില, ഞാൻ ജസ്റ്റ് കാണിക്കാം, ഒരു പ്രിസമാണ് ഈ ഒരു പിന്നെ ഗ്ലാസ് ലാബ് ആണ്. ഈ ഗ്ലാസ് ലാബിലേക്ക് ഒരു ലൈറ്റ് വരുന്നു, ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ആ ലൈറ്റിലേക്ക് ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ട് ചെയ്ത ലൈറ്റ് ഇങ്ങനെ പോകും, ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ നടക്കും. ആ ലൈറ്റ് ഇങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകേണ്ടിയിരുന്ന ലൈറ്റ് ഇപ്പൊ പോയത് ഇങ്ങനല്ലേന്ന് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ലൈറ്റിലേക്ക് ഒരു ലാറ്ററൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണക്കാരനാര? റിഫ്രാക്ഷൻ. സോ ഈ ലാറ്ററൽ ഷിഫ്റ്റിന്റെ കാരണമാരാ? റിഫ്രാക്ഷൻ. അപ്പൊ റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷനിൽ ഒന്ന് നമുക്കത് പറയാം. പിന്നെ റിയൽ ആൻഡ് അപ്പാരന്റ് ഡെപ്ത് നമുക്ക് പറയാൻ പറ്റും. റിയൽ ആൻഡ് അപ്പാരന്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുളത്തിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കിയാൽ അതിന്റെ അടിത്തട്ട് കുറച്ച് പൊങ്ങിയമായി നമുക്ക് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിലേക്ക് നോക്കുമ്പോൾ അതിന്റെ റിയൽ ഡെപ്ത് അല്ല നമുക്ക് ഫീൽ ചെയ്യാം. അതിന്റെ റിയൽ ഡെപ്ത് അല്ല നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് ഫീൽ ചെയ്യുന്ന ഡെപ്ത് ആണ് എന്ത്? അപ്പാരന്റ് ഡെപ്ത്. അപ്പൊ ആ അപ്പാരന്റ് ഡെപ്തിന് കാരണം എന്താണ് മക്കളെ? റിഫ്രാക്ഷൻ ആണ്. റൈറ്റ്? ഓക്കെ. ഇനി മക്കളെ നെക്സ്റ്റ് വൺ ഈസ്, നിങ്ങൾക്ക് ഈ അപ്പാരന്റ് ഡെപ്ത് കാണണം. ഈ അപ്പാരന്റ് ഡെപ്ത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അപ്പാരന്റ് ഡെപ്ത് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പാരന്റ് ഡെപ്ത് h1 ആണെങ്കിൽ h1 is equal to, okay, എന്താണ്? അല്ലെങ്കിൽ നമുക്ക് h a എന്ന് എഴുതാം. അപ്പാരന്റ് ഡെപ്ത് is equal to റിയൽ ഡെപ്ത് by റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ അടിച്ചാൽ മതി. എന്ത് കിട്ടും? നിങ്ങൾക്ക് വെള്ളത്തിന്റെ അപ്പാരന്റ് ഡെപ്ത് നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്? എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ എന്താ പറയാ, ഒരു 10 മീറ്റർ ഡെപ്ത് ഉള്ള ഒരു പിന്നെ പുഴ, അത് നിങ്ങൾക്ക് എത്ര ഡെപ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാന്ന് വെച്ചാൽ 10 ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ അടിച്ച സംഭവം കഴിഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് TIR? വാട്ട് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? മക്കളെ കേട്ടോ. ഒരു ലൈറ്റ് ഡെൻസർ മീഡിയം ടു, എടാ ഇത് ഡെൻസർ ആണ്, ഇത് റെയർ ആണ്. ഓക്കെ, ഡെൻസർ ആണ്. ഡെൻസറിന് റെയറിലേക്ക് ലൈറ്റ് പോവാണ്, ലൈക്ക് ദിസ്. കടാ, ഡെൻസറിന് റെയറിലേക്ക് ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ? ഇവിടെ നോർമലാണ്, ഒരു നോർമലാണ് അല്ലേ? നോർമലാണ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. റിഫ്രാക്ഷൻ സംഭവിക്കില്ലേ? എന്ത് ചെയ്യും? റിഫ്രാക്ട് ചെയ്യും. എങ്ങനെ? ഇറ്റ് വിൽ മൂവ് away from the നോർമലിന് away ആയിട്ട് അത് ട്രാവൽ ചെയ്യും. സോ ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയി. ഇനി ഞാൻ പറയാൻ പോണ കാര്യം, ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ, ഈ ആംഗിൾ കൂട്ടിയാൽ നോക്കടാ, ഞാൻ വേറെ കളറിൽ വരക്കാം. കളർ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ വേറെ കളർ വരക്കാതാ. ഈ കളർ വേണ്ട, ഈ ഓറഞ്ച് വരക്കട്ടാ. ഓറഞ്ച് വേണോ? കിടക്ക്.
ബ്ലാക്ക് ആക്കാം. സോ ഇങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടും. എന്ത് കൂടാ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടി. കണ്ടോ? അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടും. അങ്ങനെ ഏതോ ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വിട്ടപ്പോൾ ഉണ്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായി? 90 ആയി. ആ ഒരു കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ എന്താ ക്രിട്ടിക്കൽ ആംഗിൾ? when light ray travels from denser medium to rare medium, then when light ray travels from denser medium to rare medium, then the angle of incidence at which angle of refraction becomes 90 degree is known as critical angle. അതായത് angle of refraction 90 degree ആകുന്ന angle of incidence വിളിക്കുന്ന പേരാണത് critical angle. IC എന്ന് കാണിക്കും ട്ടോ. IC. അപ്പൊ sin IC എന്ന് പറഞ്ഞാൽ എന്താ? sin ശരിക്കും സ്നെൽസ് ലോ അപ്ലൈ ആണെങ്കിൽ sin IC by sin 90 is equal to sin IC by sin 90. ഇപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ ആ പോണത് അല്ലേ? അപ്പം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ആണ്. അപ്പൊ sin IC by sin 90 is equal to അപ്പാർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് n1 ആണെന്ന് വിചാരിച്ചോ. ഇത് n2 ആണെങ്കിൽ n1 by n2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by n2 by n1 എന്ന് എഴുതാം. വേണമെങ്കിൽ 1 by n21 എന്നൊക്കെ എഴുതാം. ഓക്കെ ആണല്ലോ? റെഡി. അപ്പൊ ഇത് ഗ്ലാസ് നിന്ന് എയറിലേക്കാ പോണതെങ്കിൽ താഴെ എന്ത് ചെയ്ത 1 by n ഗ്ലാസ് എയർ എന്ന് എഴുതുക കേട്ടോ. സെറ്റ് ആണല്ലോ? ഇതാണ് ക്രിട്ടിക്കൽ ആംഗിൾ കാണലേക്ക്. അപ്പം sin IC എന്താ മക്കളെ പറ? sin IC is equal to 1 by n21. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? n2 എന്ന് പറഞ്ഞാൽ 2 പറഞ്ഞാല് ഡെൻസർ മീഡിയ ആണ്, മറ്റേ എന്താണ്? റയർ മീഡിയ ആണ്. ഇത് ക്രിട്ടിക്കൽ ആംഗിൾ കാണുന്ന ഇക്വേഷൻ ആണ്. ഇനി അടുത്ത് എന്താ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നല്ലേ ക്വസ്റ്റ്യന്? അപ്പൊ മക്കളെ മനസ്സിലാക്കിക്കോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയാ പിന്നെന്താ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആ. എന്താ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല്? ഇതാ ഇതെന്നെ പരിപാടി നോക്കിയാ. ലൈറ്റ് ഇത് ഇങ്ങനെ പോയിട്ട് അവന്റെ ഇങ്ങനെ പോരെ. കണ്ടോ? ലൈറ്റ് ഫുൾ ആയിട്ടും സെയിം മീഡിയത്തിലേക്ക് എന്ത് ചെയ്യുക? തിരിച്ചു വരിക. ഇതാണ് മക്കളെ എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ when light ray travels from denser medium to rare medium at an angle of incidence which is greater than critical angle is എന്താണ്? Then the light will reflect back into the same medium completely, okay, by obeying laws of reflection. This phenomenon is known as total internal reflection. When light ray travels from denser medium to rare medium at an angle of incidence greater than critical angle, then the light will completely reflect back into the same medium by obeying laws of reflection. അതായത് ഒരു ലൈറ്റ് റേ ഡെൻസർ റയറിലേക്ക് ക്രിട്ടിക്കൽ ആംഗിളിലേക്ക് കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ പോവുകയാണെങ്കിൽ ആ ലൈറ്റ് എന്ത് ചെയ്യും? തിരിച്ച് അതേ മീഡിയത്തിലേക്ക് എന്ത് ചെയ്യും? തിരിച്ചു മടങ്ങി വരും. എങ്ങനെ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്തുകൊണ്ട് സെയിം മീഡിയത്തിലേക്ക് എന്ത് ചെയ്യും? അതൊക്കെ തിരിച്ചു വരും. ഇതാണ് ശരിക്കും എന്ത്? നമ്മുടെ പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു? യെസ് മക്കളെ. അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് അതിന്റെ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ 1 by 1 ആയി ഓരോ ഏരിയാസ് കവർ ചെയ്യുന്നവരെയാണ്. ഇനി TIR-ന്റെ കണ്ടീഷൻസ് നോക്കണം. 1, ലൈറ്റ് ഡെൻസർ റയറിലേക്ക് പോകണം. 2, ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാവണം. ആ രണ്ട് കണ്ടീഷൻ ഓക്കെ ആണോ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിരിക്കും. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റയർ മീഡിയം. രണ്ടെന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഡിഫൈൻ ക്രിട്ടിക്കൽ ആംഗിൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരണ്ട. അടുത്ത് നെക്സ്റ്റ് write the relation between critical angle and refractive index. പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്ത്? sin IC is equal to എന്താ മക്കളെ? 1 by n21 ആണ്. n21 എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു റയർ മീഡിയം. n21 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു രണ്ടാമത്തെ അല്ല, n21 എന്ന് പറഞ്ഞാൽ ഡെൻസർ ടു റയർ എന്നുള്ള ഓർത്ത് വെക്കുക എപ്പോഴും ട്ടോ. n2 പറഞ്ഞാൽ ഫസ്റ്റ് മീഡിയം ആണ്, n1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മീഡിയം ആണ്. ഇവിടെ സെക്കൻഡ് മീഡിയം എന്താണ്? പിന്നെ അതാണ് റയർ മീഡിയം. ഓക്കെ, ഫസ്റ്റ് മീഡിയം എന്താണ്? n2. അത് പറഞ്ഞല്ലോ, n2 ന്ന് n1 ലേക്കല്ലേ ലൈറ്റ് പോയിനിയാണ്. n2 ന്ന് n1 ലേക്കാ പോയത്. അപ്പൊ ഫസ്റ്റ് മീഡിയം ആരാണ്? ശരിക്കും ഇവിടെ n2 ആണ്. സെക്കൻഡ് മീഡിയം ആരാ? n1 ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് മക്കളെ ഇത്ര ആലോചിക്കുക. ഇപ്പൊ വെള്ളത്തിൽ നിന്ന് എയറിലാ പോണേ, ഗ്ലാസ് നിന്ന് എയറിലാ പോണേ, ഡയമണ്ട് നിന്ന് എയറിലാ പോണത്. അങ്ങനെ ഞങ്ങൾ കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട. എന്താണ്? sin IC is equal to 1 by ഗ്ലാസിലേക്ക്, പിന്നെ ഗ്ലാസിനാ പോണെങ്കിൽ 1 by ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ഇനി പിന്നെ ഡയമണ്ട് നിന്ന് എയറിലേക്ക് പോകുന്ന കേസിൽ അവിടെ ക്രിട്ടിക്കൽ ആംഗിൾ കാണാൻ പറഞ്ഞാൽ എന്താണ്? sin IC is equal to 1 by ഡയമണ്ടിന്റെ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത്ര കൊടുത്താൽ മതി. റൈറ്റ്? നിങ്ങൾക്ക് ചോദിക്കുള്ളൂ മാക്സിമം. നെക്സ്റ്റ് വൺ ഈസ് the critical angle of diamond is 24.4 degree. Find refractive index of diamond. Simple question. Sin IC is equal to 1 by n diamonds. So what is the n diamond കാണും. So what is n diamond?
1 by sin critical angle 24.4. ആ വാല്യൂ എനിക്ക് കാണാൻ അറിയില്ല, കൊടുക്കുമ്പോൾ എന്താ വാല്യൂ കിട്ടുക മക്കളെ? കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 2.42 കിട്ടും. അതാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത് write some applications of TIR, total internal reflection ന്റെ എന്ത് കാണടാ? ആപ്ലിക്കേഷൻസ് കാണണം. സോ ആപ്ലിക്കേഷൻ നമ്പർ 1 ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസംസും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസും ആണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ വരിക. നോക്കടാ, ഞാൻ ഒരു പ്രിസം ഇങ്ങനെ വെച്ചാൽ രണ്ട് ലൈറ്റ് റേസ് ഇങ്ങനെ, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഇവിടെ നിന്നും രണ്ട് ലൈറ്റ് റേസ് ഇങ്ങനെ വരുന്നു, അത് നേരെ കടക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ റിഫ്രാക്ഷൻ അല്ലേ? ഇല്ല. കാരണം എന്താ? നോർമലിലൂടെ കടന്നു വരുന്ന ലൈറ്റ് റേസിന് എന്ത് സംഭവിക്കൂല? റിഫ്രാക്ഷൻ സംഭവിക്കൂല. അപ്പൊ ഇവിടുത്തെ നോർമലാ മക്കളെ ഇത്. ഈ നോർമലിലൂടെ വരുന്ന ലൈറ്റ് റേസിന് എന്ത് സംഭവിക്കൂല? റിഫ്രാക്ഷൻ സംഭവിക്കൂല. അപ്പൊ ലൈറ്റ് നേരെ കടന്നു പോയി തട്ടിയാ പിന്നെ ഇവിടെ ഉണ്ടോ? നോർമലിലൂടെ അല്ല കടന്നു വരുന്നത്. അപ്പൊ ആ റിഫ്രാക്ഷൻ നടക്കാൻ നോക്കും. പക്ഷേ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് ഈ രണ്ട് ലൈറ്റേഴ്സും തട്ടി വരും അല്ലെ? തട്ടി വരുമ്പോൾ ഇവിടെ വെച്ച് വീണ്ടും എന്ത് സംഭവിക്കൂല? റിഫ്രാക്ഷൻ സംഭവിക്കാണ്ട് നേരം കടന്നു പോകും. സോ ലൈറ്റേഴ്സ് നേരെ പോയി. അപ്പോൾ ഇതല്ലേ തല അവിടെ അല്ലേ കിട്ടുക, ഇതല്ലേ കാല് അവിടെ അല്ലേ കിട്ടുക. സോ ഇമേജ് ഇങ്ങനെ ഉണ്ടാവും. ഈ ഒബ്ജക്റ്റിനെ ഇങ്ങനെ വെച്ച സാധനത്തിന് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ദാറ്റ്സ് ഓൾ. സോ ഇവിടെ നടന്ന എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി അടുത്ത് പ്രിസം ഇങ്ങനെ വെച്ചാലോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൽ വരുന്ന രണ്ട് ലൈറ്റ് റേസ് ഈ റിഫ്രാക്ഷൻ ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ നടക്കുവോ? ഇല്ല, നേരെ കടന്നു പോയി. ഇവിടെ വെച്ച് എന്ത് ചെയ്യും മക്കളെ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇവിടെ വെച്ച് വീണ്ടും എന്താ മക്കളെ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അത് നടന്ന് നേരെ ഇങ്ങോട്ട് വരും അല്ലെ? ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇത് ഹെഡ് ആണ്, ഇവിടെ ഹെഡ് കിട്ടും. ഇത് ടെയിലാണ്, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ടെയിൽ കിട്ടും. ലൈറ്റ്സ്. ഈ രീതിയിലേക്കാണ് എന്ത് കിട്ടുക? നമുക്ക് അവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് ഇമേജ് ഇങ്ങനെ കിട്ടുക. ഇവിടെ ഒരു വസ്തു വെക്കുക, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഇങ്ങനെ വെച്ച സാധനം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. That's it. Simple. അടുത്ത ഇങ്ങനെ ഒരു കേസ് ആണെങ്കിൽ ഈ ഒരു NCERT ഫിഗേഴ്സ് ആണ്. ഇങ്ങനെ ഒരു കേസ് ആണെങ്കിൽ നോക്കടാ, ഇതിൽ ലൈറ്റ് ഇങ്ങനെ വരുന്നു. ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ നടക്കും. കാരണം എന്താ? നോർമൽ കൂടെ അല്ലേ വരുന്നത്. ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ നടന്നു, അത് ഇങ്ങനെ പോയി. റിഫ്രാക്ഷൻ നടന്നു, ഇങ്ങനെ പോയി. ഇവിടെ വെച്ച് എന്ത് നടന്നു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. അവിടുന്ന് ലൈറ്റ് ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി. റിഫ്രാക്ഷൻ 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 TIR, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോ ഇത് ഹെഡ് ആണ്. ഹെഡ് കിട്ടിയപ്പോ ഇവിടെയാണ്. അപ്പൊ ഇങ്ങനെ വെച്ച സാധനം ഇങ്ങനെ കിട്ടുക. അടുത്ത ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൽ മക്കൾ ഓർക്കേണ്ടത് ഉള്ളിൽ ഒരു പാർട്ട് ഉണ്ടാവും, പുറമെ ഒരു പാർട്ടും ഉണ്ടാവും. ഉള്ളിലത്തെ ആൾ ഉള്ളിൽ കാണിക്കുന്ന ഇയാളെ കോർ എന്ന് വിളിക്കും. പുറത്തെ ആളെ ക്ലാഡിംഗ് എന്ന് വിളിക്കും. ഓക്കെ, കോറിന്റെ പ്രത്യേകത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, ക്ലാഡിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്. സോ ലൈറ്റ് കോറിലൂടെ ഇങ്ങനെ ക്ലാഡിംഗ് പോകാൻ നോക്കുമ്പോൾ അവിടെ വെച്ച് റിഫ്രാക്ഷൻ നടക്കും. കാരണം എന്താ? ആ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് എന്ത് ചെയ്യും? ഇത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായതുകൊണ്ട് റിഫ്ലക്ഷൻ നടന്ന് ഇങ്ങോട്ടേക്ക് വരും. തട്ടും, പിന്നെ അങ്ങോട്ട് പോകും, തട്ടും, ഇങ്ങോട്ട് പോകും, തട്ടും, അങ്ങോട്ട് പോകും, തട്ടും, ഇങ്ങോട്ട് പോകും, അങ്ങനെ പോകും. ഇവിടെ എന്താ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ TIR. Okay, next one is obtain the relation between object distance u, image distance b, radius of curvature and refractive index of two media when refraction occurs through a spherical surface. Spherical surface ൽ നടക്കുന്ന റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ u, v അതുപോലെ തന്നെ r, radius of curvature ഇതൊക്കെ വെച്ച് റിലേഷൻ ഉണ്ടാക്കാം. അപ്പൊ നോക്കടാ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ ചോദിക്കും. ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഞാൻ ഈ പറയാൻ പോകുന്ന ഡെറിവേഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതിയിരിക്കണം. നോക്കടാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അതിലേക്ക് ഇത് വെച്ച് പറയാം. നോക്ക്, ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ അല്ല, സ്ഫെറിക്കൽ സർഫസ്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ആ മീഡിയ, ഒരു ഗ്ലാസ് എന്തോ ആയിക്കോട്ടെ മൊത്തം. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൊത്തം ആ മീഡിയ ആണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ഇത്. അപ്പൊ ഇത് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. ഓക്കെ ആണല്ലോ? റൈറ്റ് മക്കളെ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ ലൈറ്റ് റേ ഇങ്ങനെ വന്ന് ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ നടന്ന് അത് ബെൻഡ് ചെയ്ത് ഇങ്ങനെ പോയിതാ ഇവിടെ എന്തുണ്ടാക്കിയടാ? ഒരു ഇമേജ് ഉണ്ടാക്കി. സോ ഇത് ഒബ്ജക്റ്റ്, ഇത് ഇമേജ്. നമ്മുടെ ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട്. ഈ ആൽഫയും ബീറ്റയും ഗാമയും ഒക്കെ വളരെ ചെറിയ ആംഗിൾസ് ആണ്. കാരണം സ്മോൾ അപ്പർച്ചറിൽ നമ്മൾ നടത്തുക. അപ്പൊ ലൈറ്റ് ഇങ്ങനെയല്ല പോയത്, ലൈറ്റ് ശരിക്കും ഇങ്ങനെ പോയത്. കണ്ടോ, വളരെ ചെറിയ ആംഗിൾ ആണ് ആൽഫ. പക്ഷെ നമുക്ക് കാണാൻ വേണ്ടി കുറച്ച് വിട്ട് വരച്ചേ ഉള്ളൂ. അപ്പൊ ആൽഫ, ബീറ്റ, ഗാമ ആർ വെരി സ്മോൾ ആംഗിൾസ്. റൈറ്റ് നൗ ഇതാണ് മക്കളെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്, ഇത് നോർമൽ ആണ്. സോ ഇതാണ് മക്കളെ എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സോ ഐ കാണിച്ചു, ആർ കാണിച്ചു, ആൽഫ കാണിച്ചു, ബീറ്റ കാണിച്ചു, ഗാമ. ബീറ്റ എങ്ങനെ കാണിച്ചറിയോ? നോർമലി പോയി മുട്ടുന്ന പോയിന്റ്, അതായത് ആരാ? സെന്റർ ഓഫ് കർവേച്ചർ. അതും ഈ പ്രിൻസിപ്പൽ ആക്സും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് ബീറ്റ. പ്രിൻസിപ്പൽ ആക്സും ഈ റിഫ്രാക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഗാമ. പ്രിൻസിപ്പൽ ആക്സും ഇൻസിഡന്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആൽഫ. ദാറ്റ്സ് ഓൾ. ക്ലിയർ? യെസ്. നൗ
What is alpha? So what is tan alpha? Tan alpha എന്ന് പറഞ്ഞാൽ ഇത് ബൈ ഇതല്ലേ ദാ കണ്ടോ mn by എന്താണ് om ആണ് എന്ത് tan alpha. ഇനി എന്താ മക്കളെ tan beta? ഇത് ബൈ ഇതല്ലേ എന്താ np അല്ലെങ്കിൽ m എന്ന് പറയാം. എടാ ശരിക്കും ഈ പിന്നെ mp എന്ന ഈ ഒരു സാധനം ഞാൻ പറഞ്ഞല്ലോ ഈ ലൈറ്റ് ഇങ്ങനെ പോവാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പോകുമ്പോൾ ഈ ഒരു ലൈൻ കാണിച്ചത് ഇങ്ങനെയല്ലേ വരിക. അപ്പൊ ഇത് n ആവും ഇത് m ആയിരിക്കും. അപ്പൊ ശരിക്കും ഈ np എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും mn ആയിരിക്കും. എപ്പോ ഈ ആംഗിൾ വളരെ ചെറുതായതുകൊണ്ട് റൈറ്റ്. അപ്പൊ ഞാൻ ഈ np ക്ക് പകരം ഞാൻ എന്താ പറയാ mn എന്നായിരിക്കും പറയാം. ഇനി np എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, ഒക്കെ വെട്ടി പോകേണ്ട സാധനം. ഓക്കെ സോ ലിസൺ. അപ്പൊ എന്താണ് ഇപ്പൊ കൺഫ്യൂഷൻ നിങ്ങൾ np തന്നെ പറഞ്ഞോ np. അപ്പൊ എന്താ np ബൈ mc. ഇവിടെ എന്താ np ബൈ mn അല്ലെ. അപ്പൊ എന്താ tan alpha എന്താ np ബൈ എന്താണ് np ബൈ എന്താ om അല്ല op. അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ തന്നെ ഉപയോഗിച്ചാൽ നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് OM എടുക്കുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ വരും. ഓക്കെ OPക്ക് വരും OM. ഓക്കെ അപ്പൊ ഈ p അതായത് np എന്ന് പറഞ്ഞ സാധനം അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും mn ആയിരിക്കും. അതുകൊണ്ട് നേരെ അത് ചാമ്പിയാൽ മതി റൈറ്റ്. ഓക്കെ സോ ലിസൺ എപ്പോഴാ വരിക അത് ആൽഫയും ബീറ്റയും ഗാമയും ചെറുതാവും കേട്ടോ. ഇനി പറ അപ്പൊ mn ബൈ om അടിച്ചു. അടുത്തെന്താ tan ബീറ്റ mn ബൈ എന്താ mc. അടുത്തെന്താണ് പിന്നെ tan ഗാമ mn ബൈ എന്താണ് ഇതല്ലേ അല്ലെങ്കിൽ പിന്നെ mn ബൈ എന്താണ് im ആണ് വരിക. ഓക്കെ ഇനി ഈ സംഭവം മക്കൾ നോക്കടാ. ഞാൻ കൂടെ പറഞ്ഞു ഈ ആൽഫയും ബീറ്റയും ഗാമയും ഒക്കെ ചെറുതാകും. അപ്പൊ ഇതിന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് വിളിക്കാം ആൽഫ. ഇത് അപ്രോക്സിമേറ്റ്ലി എന്ത് വിളിക്കാം ബീറ്റ. ഇത് അപ്രോക്സിമേറ്റ്ലി എന്ത് വിളിക്കാം ഗാമ. ആൽഫ ബീറ്റ ഗാമ എന്ന് വിളിക്കാം. നൗ അപ്പൊ ആൽഫ എന്താ എഴുതി, ബീറ്റ എന്താ എഴുതി, ഗാമ എന്താ എഴുതി റൈറ്റ്. ഇനി മക്കളെ നോക്കടാ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്താ. ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ ഐ. ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റയാണ് മക്കളെ എന്ത് ഐ എന്ന് പറഞ്ഞാൽ. സോ വാട്ട് ഈസ് ഐ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. സെറ്റ് ആണല്ലോ. ഇവിടുന്ന് ഇനി അടുത്ത് ഇവിടുന്ന് ഞാൻ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ കൺസിഡർ ബീറ്റ എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ ആ ഈ രണ്ട് ആംഗിൾസിന് സമ്മ. അപ്പൊ എന്താ വരിക ആർ പ്ലസ് എന്താണ് ഗാമ ഇസ് ഈക്വൽ ടു ബീറ്റ. അപ്പൊ ബീറ്റ എന്താ ബീറ്റ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ഗാമ എന്ന് എഴുതി. ഇനി ഇവിടുന്ന് ഞാൻ ഐ ഇസ് ഈക്വൽ ടു എന്താന്ന് എഴുതും ആർ. ഇവിടുന്ന് ഐ ഇസ് ഈക്വൽ ആർ ബീറ്റ ആണ്. ഇവിടുന്ന് എന്താ മക്കളെ ആർ ബീറ്റ മൈനസ് ഗാമയാണ്. ഈ ആൽഫക്കും ബീറ്റക്കും ഗാമക്കും ഞാൻ ഈ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്താ വരിക നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഐ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. എന്താ mn ബൈ om പ്ലസ് ബീറ്റ എന്താ ബീറ്റ ഈസ് mn ബൈ mc ആണ്. ഇനി എന്താണ് മക്കളെ പിന്നെ ആർ എന്താ ആർ ഇസ് ഈക്വൽ എന്താ ബീറ്റ എന്താ mn ബൈ mc മൈനസ് ഗാമ എന്താ mn ബൈ im അല്ലെങ്കിൽ mi എന്നുണ്ടാവും. റെഡി അല്ലേ. ഇനി നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. സ്നെൽസ് ലോ എന്താ sin i ബൈ sin r ഇസ് ഈക്വൽ ടു sin i ബൈ sin r ഇസ് ഈക്വൽ ടു n2 ബൈ n1 എന്നുണ്ടാവും. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു i ഉം r ഉം ഒക്കെ ചെറുതാ. അപ്പൊ sin i അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു i ആയിരിക്കും. അപ്പൊ എന്താ അപ്പൊ n1 into i ഇസ് ഈക്വൽ ടു n2 into r എന്ന് എഴുതാം. n1 i ഇസ് ഈക്വൽ ടു n2 r. ഈ i ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, r ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്താ കിട്ടുക അപ്പൊ ഈ mn ഒക്കെ ശരിക്കും കട്ടായി പോകും. ഓക്കെ അപ്പൊ എന്താ വരിക ഓക്കെ ആൽഫക്ക് വാല്യൂ കൊടുത്തു, ബീറ്റക്ക് വാല്യൂ കൊടുത്തു, ബീറ്റ കൊടുത്തു. അപ്പൊ ഈ ഐക്ക് പകരം ആൽഫ പ്ലസ് ബീറ്റ, ആറിന് പകരം ഇത് കൊടുക്കുന്നത് ആൽഫക്കും ബീറ്റക്കും ഗാമക്കും ഞാൻ എന്ത് ചെയ്തു നേരത്തെ കണ്ടെത്തിയ വാല്യൂസ് ഇതാ. ഈ ഐ ഇതാ ഈ ആൽഫക്ക് ഞാൻ ഇതാ ഇവിടെ നേരത്തെ വാല്യൂ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാ ആൽഫ, ഇതാണ് വാല്യൂ, ഇത് ബീറ്റ, ഇത് ഗാമ. ഈ വാല്യൂസ് ഞാൻ ഇവിടെ ഞാൻ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മക്കളെ mn കട്ട്. ബാക്കി എന്താ ഉള്ളത് n1 ബൈ om പ്ലസ് n1 ബൈ mc is equal to n2 ബൈ mc മൈനസ് n2 ബൈ mi എന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. 3 ഓക്കെ അല്ലേ. നെക്സ്റ്റ് എന്താ മക്കളെ om നോക്കുള്ള നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം n1 ബൈ om അവിടെ നിർത്തും. എന്നിട്ടോ ഈ n2 ബൈ mi ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എന്താ n1 ബൈ om പ്ലസ് n2 ബൈ im ഇത് അങ്ങോട്ട് കൊണ്ടുപോകും ചെയ്യും. അപ്പൊ എന്താ n2 ബൈ mc മൈനസ് n1 ബൈ mc എന്നുണ്ടാവും. റൈറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താ മക്കളെ n1 by om plus n2 by mi is equal to n2 minus n1 by mc എന്നുണ്ടാവും. സോ ഇവിടെ നമ്മൾ om എന്ന് പറഞ്ഞാൽ എന്താ mi എന്ന് പറഞ്ഞാൽ എന്താ om എന്ന് പറഞ്ഞാൽ u ആണ്. ഓക്കെ mi എന്ന് പറഞ്ഞാൽ v ആണ്. ഓക്കെ mc എന്ന് പറഞ്ഞാൽ എന്താണ് r ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കണം മക്കളെ om നമ്മൾ മൈനസ് യു സൈൻ കൺവെൻഷൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മൈനസ് യു.
അപ്പൊ ഐ എം എന്താ മക്കളെ, അത് പ്ലസ് വി, വി റൈറ്റ് സൈഡിലാണ്, അതുകൊണ്ട് എം സി എന്ന് പറഞ്ഞാൽ എന്താ, അത് ആറാണ്, പ്ലസ് ആർ റൈറ്റ് സൈഡിലായതുകൊണ്ട് നേരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ വൺ ബൈ മൈനസ് യു പ്ലസ് എൻ ടു ബൈ പ്ലസ് വി ഇസ് ഈക്വൽ ടു എൻ ടു മൈനസ് എം എന്താണ് എൻ വൺ ബൈ ആർ. നേരെ ഇക്വേഷൻ ആയി കണ്ടോ. എന്താ എൻ ടു ബൈ വി മൈനസ് എൻ വൺ ബൈ യു ഇസ് ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യത്തേ ഉള്ളൂ. ആൽഫ ബീറ്റ ഗാമ, ടാൻ ആൽഫ ടാൻ ബീറ്റ ടാൻ ഗാമ അടിക്കാം, അവിടെ നിങ്ങൾക്ക് ആൽഫ എന്ന് വിളിക്കാം, സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. ഓക്കെ, സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ എൻ ടു ബൈ എൻ വൺ ആണ്. സൈൻ ഐയും സൈൻ ആറും ഒക്കെ ഐ ആർ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ചെറുതായതുകൊണ്ട് ആംഗിൾസ് ഒക്കെ. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ട്രയാംഗിൾ എടുക്കുക, ഈ ആംഗിൾ ഈസ് ഈക്വൽ ടു ഇത് പ്ലസ് ഇത്, അപ്പൊ ഐന്റെ വാല്യൂ ആൽഫ പ്ലസ് ബീറ്റ കിട്ടി. പിന്നെ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ഈ ബീറ്റ ഇസ് ഈക്വൽ ടു ഇത് പ്ലസ് ഇത് അടിച്ചു, അവിടുന്ന് ആർ ഇസ് ഈക്വൽ ടു കണ്ടു, അപ്പൊ ആർ ഇസ് ഈക്വൽ ടു ബീറ്റന്റെയും ബീറ്റ മൈനസ് ഗാമ എന്ന് കിട്ടി. എന്നിട്ട് ആ ആൽഫക്കും ബീറ്റക്കും ഗാമക്കും നമ്മൾ മറ്റേ വാല്യൂ കൊടുത്ത് നേരെ സ്നെൽസ് ലോയിൽ കൊണ്ടുപോയി ഐയും ആറും കൊണ്ടുപോയി ചാമ്പി. അത് ചാമ്പിയ സമയത്ത് നമുക്ക് എന്ത് കിട്ടിയോ, കട്ടികളൊക്കെ കട്ട് ചെയ്ത് പിന്നെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഒ എമ്മിനും എം ഐക്കും എം സിക്കും നമ്മൾ എന്ത് കൊടുത്തു, യുവും വിയും ആറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, റീഅറേഞ്ച് ചെയ്യും, ആൻസർ ആയി. ഓക്കെ, ഈ രീതിയിലാണ് മക്കളെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇക്വേഷൻ നമ്മൾ സെറ്റ് ആക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ മറന്നു പോകരുത്, n2 by v minus n1 by u is equal to n2 minus n1 by r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഇതാണ് നമ്മളുടെ ലെൻസ്. മക്കൾ ശ്രദ്ധിക്കും, ഇതാണ് നമ്മുടെ ലെൻസ്, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് പോയി ഈ ഒരു സ്ഫെറിക്കൽ സർഫസ് ശരിക്കും ഒരു ഇമേജിനെ ഇവിടെ ഉണ്ടാക്കാൻ വിചാരിച്ചിനി, പക്ഷേ ഇങ്ങനെ ഒരു സ്ഫെറിക്കൽ സർഫസ് വന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്ന ഇമേജ് ഇവിടേക്കായി മാറി. സെറ്റ് ആണല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ സ്ഫെറിക്കൽ സർഫസിന്റെ ഒബ്ജക്റ്റ് ആണ് ഇത്. ഈ സ്ഫെറിക്കൽ സർഫസ് ഉണ്ടാക്കാൻ വിചാരിച്ച ഇമേജ് ആണ് ഇത്. ഈ സ്ഫെറിക്കൽ സർഫസിന്റെ ഒബ്ജക്റ്റ് ആണ് അപ്പൊ ആര് അറിയോ, ഇത്. അപ്പൊ ഇയാൾക്ക് രണ്ട് റോളാ, ഈ സ്ഫെറിക്കൽ സർഫസിന്റെ ഇമേജ് ആണ്, ഈ സ്ഫെറിക്കൽ സർഫസിന്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഞാൻ വിളിക്കും, ഇയാളെ വിളിക്കും, അയാള് ഉണ്ടാവാതെ പോയ ആളാ. ഓക്കെ, ഉണ്ടാവാതെ, അതായത് ഇയാൾക്ക് ജനിക്കാതെ പോയ ഇമേജ് ആണ് എന്ത്, ഐ ഡാഷ്. അപ്പൊ ഇയാളെ നമുക്ക് വിളിക്കാം, ഐ ഡാഷിനെ വിളിക്കാം ഈ സ്ഫെറിക്കൽ സർഫസിന്റെ ഇമേജ്. ഓക്കെ, വിർച്വൽ ഇമേജ് എന്ന് വിളിക്കാം. ഇവന്റെ വിർച്വൽ ഇമേജ് ആണ്, അത് ഇവന്റെ എന്താണ്, വിർച്വൽ ഒബ്ജക്റ്റ് ആണ്. സോ ഇതാണ് ഇവനാണ് ഇവന്റെ എന്ത്, ഒബ്ജക്റ്റ്. സോ ഇയാള് ഇവന്റെ ഒബ്ജക്റ്റ് ആണ്, ഇയാള് ഇവന്റെ ഇമേജ് ആണ്, ഇയാള് ഇവന്റെ ഒബ്ജക്റ്റ് ആണ്, ഇയാള് ഇവന്റെ എന്താണ്, ഇമേജ് ആണ് ഇയാള്. അപ്പൊ ഇവന്റെ ഒബ്ജക്റ്റ് ഇയാള്, അവന്റെ ഇമേജ് ഇയാള്. ഇനി ഇവന്റെ ഒബ്ജക്റ്റ് ഇയാള്, അവന്റെ ഇമേജ് ഇയാള്. റൈറ്റ്. ഇനി ഈ ഇമേജ് എവിടെ ഉള്ളത് ചോദിച്ചാല് അത് ഇതിന്റെ ഉള്ളിലാ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ, ഈ ലെൻസ് ഗ്ലാസിന്റെ ഉള്ളിലാണ് ഇവൻ എന്ന് നമ്മൾ കരുതണം. ഇനി നമ്മള് നേരത്തെ പഠിച്ച ഇക്വേഷൻ നേരെ ചാമ്പാൻ പോവാ. മക്കളെ നന്നായി ശ്രദ്ധിക്കട്ട, നേരത്തെ പഠിച്ച ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ചാമ്പി എടുക്കാൻ പോവാണ്. നല്ലോണം ശ്രദ്ധിക്കണം. റൈറ്റ്. നോക്ക്, ഞാൻ ഒന്നാമത്തെ സ്ഫെറിക്കൽ സർഫസ് എടുക്കും. ഇവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണ്, ഇവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2 ആണ്. R1ഉം R2 നമുക്ക് നന്നായി ശ്രദ്ധിക്കണേ. ലിസൺ. അപ്പൊ ഞാൻ ഒന്നാമത്തെ സ്ഫെറിക്കൽ സർഫസിലേക്ക് നേരെ ചെയ്യാൻ പോവാ. ഏതാ നേരത്തെ പഠിച്ച ഇക്വേഷന്, മൈനസ് n1 by u പ്ലസ് n2 by v is equal to 1 by r into n2 minus n1 എന്ന ഇക്വേഷൻ ഞാൻ ഒന്നാമത്തെ ഈ സർഫസിന് അപ്ലൈ ചെയ്യാൻ പോവാ. പറ എന്താ വരിക, മൈനസ് n1 by u പ്ലസ്. ഇനി അപ്പൊ ഇവന്റെ ഇമേജ് നമുക്ക് അടുത്തത് വേണ്ടി, ഓന്റെ ഇമേജ് ഉള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ്, ഇമേജ് ഇതാണ്. അപ്പൊ എന്താ വരിക, അപ്പൊ n2 by v അല്ല v ഡാഷ് ആണ്. v ഡാഷ് is equal to 1 by r1 into n2 minus n1 ഉണ്ടാവും. സെക്കൻഡ് മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് ഫസ്റ്റ് മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മക്കളെ എന്താ അടിക്കാൻ നോക്കണം. നോക്ക് എന്താ സംഭവിക്കാൻ നോക്ക്, എന്താണ് സംഭവിക്കാന്ന് കൃത്യമായി നോക്കണം. അതായത് രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസിന് ഞാൻ കൊടുക്കുമ്പോൾ, ഈ രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസിലേക്ക് ഞാൻ കൊടുക്കുന്ന സമയത്ത് ഈ രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസിന്റെ ഒബ്ജക്റ്റ് ആയ ഇവൻ അവൻ ഉള്ളത് n2 ലാണ്. ഓക്കെ, n2 എന്ന മീഡിയത്തില, n1 അല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് ഇവനാണ് ഒബ്ജക്റ്റ്. അപ്പൊ എന്താ, മൈനസ് n2 ബൈ അവനിലേക്കുള്ള അകലം v ഡാഷ്. ഇതാണ് ഇനി നമ്മുടെ ഒബ്ജക്റ്റ്. ഇവന്റെ ഒബ്ജക്റ്റ് ഇവനാണ്. എന്താ, മൈനസ് n2 ബൈ അവനിലേക്കുള്ള അകലം അടിച്ചു പ്ലസ്. ഇനി എന്താണ്, ഇനി അവന്റെ ഇമേജ് പറഞ്ഞാൽ ഇതല്ലേ, ആ ഇമേജ്. അപ്പൊ എന്താ എടുക്കുക പറ, പ്ലസ് എന്താണ് n1, ആ ഇമേജിലുള്ള എവിടെ, വായുവില, എയറില, n1 ല. അപ്പൊ n1 ബൈ എന്തുണ്ടാവും, v is equal to എന്താ മക്കളെ, 1 by r2 into n1 minus n2 എന്നുണ്ടാവും. സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ. ഓക്കെ,
ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടി എന്ത് ചെയ്യൂടാ അങ്ങ് ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കട്ടാവും. ബാക്കി എന്താ ഉണ്ടാവുക? മൈനസ് n1/u പ്ലസ് n1/v ഈസ് ഈക്വൽ ടു മക്കളെ എന്താ വരിക? ദാറ്റ് ഈസ് 1/r1 ഓക്കെ ഇൻറ്റു n2 മൈനസ് n1 പ്ലസ് 1/r2 ഇൻറ്റു n1 മൈനസ് n2 എന്നുണ്ടാവും. ഞാൻ ഇവിടെ മൈനസ് n1 അല്ല സോറി n1 പുറത്തേക്ക് എടുത്താൽ മൈനസ് 1/u പ്ലസ് 1/v ഈസ് ഈക്വൽ ടു എടാ n2 മൈനസ് n1/r1 ഓക്കെ മൈനസ് 1/r2 r2 ഇൻറ്റു n2 മൈനസ് n1 എന്ന് വരും. That is equal to n2 minus n1 into 1/r1 minus 1/r2 എന്ന് വരും. അതാണ് എന്ത് n1 into minus 1/u plus 1/v. ഓക്കെ ആണല്ലോ. ഈ n1 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക? minus 1/u plus 1/v is equal to n2 minus n1 by n1 into 1/r1 minus 1/r2. That is minus 1/u plus 1/v is equal to n2 by n1 minus n1 by n1 is 1 into എന്താ 1/r1 minus 1/r2. Now minus 1/u plus 1/v is equal to n2 by n1 n21 ആണ് minus 1 into 1/r1 minus 1/r2. That is ഞാൻ പറയാണ് if u is infinity, u infinity ആണെങ്കിൽ ഇമേജ് f ൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, minus 1/infinity plus 1/f is equal to അപ്പുറത്ത് എന്താ n21 minus 1 into 1/r1 minus 1/r2. അപ്പോൾ എന്താ 1/f is equal to എന്ത് കിട്ടി? n21 minus 1 into 1/r1 minus 1/r2 എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ എന്ത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇതാണ് മക്കളെ എന്ത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. കൂടാതെ ഈ സാധനമല്ലേ ഈ സാധനം അപ്പൊ ഇത് 1/f ആണ് ഇപ്പൊ കിട്ടിയില്ലേന്ന്. അപ്പൊ ഇതെന്തായിരിക്കും 1/f. അപ്പൊ എന്താ 1/f is equal to എന്തും കൂടിയാണ് ഓക്കെ 1/f is equal to എന്തും കൂടിയാണ് minus 1/u plus 1/v യും കൂടിയാണ് എന്ന് പറഞ്ഞു കിട്ടും. That's all. ഓക്കെ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇതൊക്കെ ശരിക്കും പക്ക ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഡെറിവേഷൻസ് ആണ്. നല്ലോണം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് the radii of curvature of the faces of a double convex lens are 10 cm and 15 cm. മക്കളെ അപ്പോൾ റേഡിയൈ കർവേച്ചർ അപ്പോൾ r1 അറിയാം. എടാ ഡബിൾ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഓക്കെ r1 എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ദാ ഇവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. r2 എന്ന് പറഞ്ഞാൽ ഇവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ബ്ലൂവിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക, ഗ്രീൻ്റെത് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. അപ്പോൾ r1 എത്ര ഉണ്ടാവുക മക്കളെ? r1 പ്ലസ് ഉണ്ടാവുക. പ്ലസ് എത്ര 10 സെന്റിമീറ്റർ. r2 എത്രയാ മക്കളെ പറ? r2 ഗ്രീൻ്റെതാണ്. മൈനസ് എത്ര ഉണ്ടാവൂടാ? മൈനസ് 15 ഉണ്ടാവും കേട്ടോ. 15 സെന്റിമീറ്റർ ഉണ്ടാവും. നൗ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് f എത്ര? കോൺവെക്സ് അല്ലേ, സോ പ്ലസ് 12 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്? ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണണം, n2 കാണണം. സോ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കും മക്കളെ പറ 1/f is equal to n21 minus 1 into 1/r1 minus 1/r2. സോ നമ്മൾ n21 എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ എയറിൻ്റെതാ. അപ്പൊ n21 എന്ന് പറഞ്ഞാൽ n2/n1 ആണ്. n1 1 എയർ അല്ലേ, 1 ആണ്. അപ്പൊ n2 എന്നുണ്ടാവും. n നമ്മൾ n എന്ന് വിളിക്കുക. അപ്പൊ എന്താ n-1 into 1/r1 minus 1/r2 ആണ്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താ മക്കളെ ശ്രദ്ധിക്കും. f ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ കൊടുത്തു. പിന്നെ r1 r2 വാല്യൂ കൃത്യമായി കൊടുക്കണം. r1 ന് +10 മറ്റേ -15. അപ്പൊ ഈ രണ്ടും കൂടി പ്ലസ് ആവും. അപ്പൊ എന്താവും? ഇത് കിട്ടി. സോ 1/12 is equal to ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 15 + 10 15 + 10/150 ഉണ്ടാവും. 25/150 ഉണ്ടാവും. 25 ഉണ്ടാവും. 1/6 ഉണ്ടാവും. സോ 1/6 ഈ 6 12 കടന്ന് 2 ആവും. അപ്പൊ എന്താ n is equal to 1/2 + 1 എത്ര ഉണ്ടാവാം? 1/2 + 1 1.5 ഉണ്ടാവും. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1.5. ദാറ്റ്സ് ഓൾ. ഓക്കെ സിമ്പിൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നേരെ ചെയ്യാം. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് draw a ray diagram showing image formation by convex lens. കോൺവെക്സ് ലെൻസ് ആണ് ഇത്, ഫോക്കസ് ആണ് ഇത്. 2f ന്റെയും 2f ന്റെയും ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ മക്കളെ ഇത് ഒബ്ജക്റ്റ് ആണെങ്കിൽ ലൈറ്റ് എങ്ങനെ വിടുക? ഫോക്കസ് കൂടെ പോവുക, ഒപ്റ്റിക്സിന്റെ കൂടെ നേരെ വിടുക. അപ്പൊ ഇമേജ് കിട്ടും. ഇമേജ് കിട്ടേണ്ട സ്ഥലം എവിടെ ചോദിച്ചാൽ f ന്റെയും 2f ന്റെയും ഇടയിലാണെങ്കിൽ ഇമേജ് കിട്ടേണ്ട 2f ന്റെ അപ്പുറത്താണ് കിട്ടുക, ബിയോണ്ട് 2f ലാണ് കിട്ടുക കേട്ടോ. ഓക്കെ ഇവിടെ ആണ് 2f എങ്കിൽ ഇമേജ് കിട്ടുക 2f ന്റെ അപ്പുറത്താണ് കിട്ടുക. ബിയോണ്ട് 2f ആയിരിക്കും. എൻലാർജ്ഡ് ഇമേജ് ആണ്, റിയൽ ആൻഡ് ഇൻവെർട്ടർ ആയിരിക്കും. റൈറ്റ്. നെക്സ്റ്റ്
Draw a ray diagram showing image formation by a concave lens. Okay, concave lens ആണെങ്കിൽ ദാ concave lens വരക്കുക, principal axis വരക്കുക, f മാർക്ക് ചെയ്യുക, 2f മാർക്ക് ചെയ്യുക. ഓക്കേ, സോറി 2f മാർക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് വെച്ചു, ഇമേജ് ദാ ലൈറ്റ് പോയി ഡൈവേർജ് ചെയ്യുന്നു, ഫോക്കസിന് വരുന്നമായി. വേറെ ലൈറ്റ് ഒബ്ജക്റ്റ് നേരെ അങ്ങ് പോവും. റിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. സോ യു വിൽ നോട്ട് ഗെറ്റ് ഇൻ ദി റിയൽ ഇമേജ്. അപ്പോൾ ഇത് ബാക്കോട്ടേക്ക് നീട്ടുമ്പോൾ ദാ ഈ രണ്ട് ലൈറ്റ്, ഈ ലൈറ്റ് റേയും ദാ ഈ ലൈറ്റ് റേ നമ്മൾ ബാക്കോട്ടേക്ക് നീട്ടുമ്പോൾ അതിന് ഇവിടെ വന്നാ മുട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. ദാറ്റ് ഈസ് ദ ഇമേജ് ഓഫ് കോൺകേവ്. മക്കളെ സെറ്റ് ആണോ? സെറ്റ് ആണോ? റെഡി ആണോ? നെക്സ്റ്റ് വൺ ഈസ് define power of a lens, write its unit. മക്കളെ ഞാൻ ഈ ചാപ്റ്ററിന്റെ എല്ലാ ഭാഗവും കൂടി കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കവർ ചെയ്യണം. ബിക്കോസ് ഇത് ഏകദേശം ഒരു 14 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ചാപ്റ്റർ ആണ്. ഞാൻ ഏകദേശം എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ടാണ് പോണത്. നല്ല ശ്രദ്ധിക്കുക, അവിടെ ഫാസ്റ്റ് ആയിട്ട് പോകണം കേട്ടോ. മൈൻഡ് ചെയ്യാത്തതുകൊണ്ടല്ല, നമുക്ക് പരിപാടി വേണം തീർക്കാൻ വേണ്ട. നോക്കിക്കോ, ഡിഫൈൻ പവർ ഓഫ് എ ലെൻസ്. ഒരു ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഓഫ് എ ലെൻസ് നമുക്ക് നോക്കടാ. ഇതൊരു കോൺവെക്സ് ലെൻസാ, ലൈറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ കൺവെർജ് ആയി. ഇത് വേറൊരു കോൺവെക്സ് ലെൻസാ, ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് കൺവെർജ് ആയത്. ഞാൻ ചോദിക്കട്ടെ, ഇതിലാരാ സൂപ്പർ? പണി വേഗം ചെയ്ത് ഇവനല്ലേ? അപ്പൊ ഓനെന്താ നല്ല പവറാ, പക്ഷെ ഫോക്കൽ ലെങ്ത് കുറവല്ലേ? ഫോക്കൽ ലെങ്ത് പിന്നെ ഫോക്കൽ ലെങ്ത് ഉണ്ട് അല്ലേ? ഫോക്കൽ ലെങ്ത് കുറവാകുമ്പോഴാണ് പവർ കൂടുക. അപ്പൊ ഫോക്കൽ ലെങ്ത് പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ പവർ ഈസ് ഈക്വൽ ടു 1 ബൈ ഫോക്കൽ ലെങ്ത്. സോ പവർ ഓഫ് എ ലെൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റേഴ്സ് ആണ്. യൂണിറ്റ് എന്താ വരിക? ഡയോപ്റ്റർ ആണ് വരിക. സോ P is equal to 1 by f ആണ്. യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. Next one is one diopter is the power of lens of having focal length. ഒരു diopter എന്ന് പറഞ്ഞാൽ എത്ര ഫോക്കൽ ലെങ്ത് ഉള്ള പിന്നെ ലെൻസിന്റെ പവർ 1 diopter വരികയാണ്. എടാ പവർ is equal to 1 by f ആണ്. ഇത് 1 വരണമെങ്കിൽ f 1 ആവണ്ടേ? അപ്പൊ എന്താ? f 1 ആവണം. f 1 ആവണമെങ്കിൽ 1 മീറ്റർ ആയിക്കണം കേട്ടോ. സോ ആൻസർ ഈസ് 1 മീറ്റർ. അപ്പൊ എപ്പോഴും പവർ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 by f ൽ ഈ f എന്തായിരിക്കണം? മീറ്ററിലാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവൂ. പവർ കാണാൻ വേണ്ടി 1 by f അടിക്കുമ്പോഴേ ആ f എന്തിനാ വേണ്ടി? മീറ്ററിൽ, അല്ലാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. സെന്റിമീറ്ററിലാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അപ്പൊ ഡയോപ്റ്ററിൽ ആൻസർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. P is equal to 1 by f ഉപയോഗിക്കുമ്പോൾ f should be in meters. അപ്ലൈ പവർ എന്തിൽ കിട്ടുള്ളൂ? ഡയോപ്റ്ററിൽ കിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ്, obtain the expression for effective focal length when two thin lenses are kept in contact. രണ്ട് ലെൻസുകൾ നമ്മൾ കോണ്ടാക്റ്റിൽ വെക്കുമ്പോൾ അവിടെ കിട്ടുന്ന എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ. മക്കളെ നോക്കടാ, ഇത് ഒന്നാമത്തെ ലെൻസ്, ഇതെന്താ രണ്ടാമത്തെ ലെൻസ്. അവർക്ക് മുമ്പിൽ ഒരു ഒബ്ജക്റ്റിനെ വെക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് നോക്കാം. ലിസൺ, ഇതാ ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് ലൈറ്റ് കയറുന്നു. ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഇതാ ഒന്നാമത്തെ ലെൻസ് ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ ലെൻസ് രണ്ടാമത്തെ ലെൻസ് അതിന് സംഭവിച്ചില്ല. രണ്ടാമത്തെ ലെൻസ് പറഞ്ഞു ഈ അവ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ I1 എന്താ? ഈ I1 എന്ന് കാണിക്കുന്നത് ഒന്നാമത്തെ ലെൻസിന്റെ വിർച്വൽ ഇമേജാ. ആ ഇമേജ് ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ നോക്കിയിരുന്ന ഇമേജാ. അപ്പൊ ഇയാൾ എന്താണ്? രണ്ടാമത്തെ ലെൻസിന്റെ ഒബ്ജക്റ്റുമാണ്, നേരത്തെ പറഞ്ഞ മാതിരി. സോ ഇയാൾക്ക് ഡബിൾ റോളാ. എന്തൊക്കെ? ഇയാൾ ഒന്നാമത്തെ ലെൻസിന്റെ ഇമേജുമാണ്, വിർച്വൽ ഇമേജുമാണ്. രണ്ടാമത്തെ ലെൻസിന്റെ വിർച്വൽ ഒബ്ജക്റ്റുമാണ്. ഇയാളോ? ഇയാൾ പക്ക രണ്ടാമത്തെ ലെൻസിന്റെ ഇമേജാ. ഇയാളോ? ഒന്നാമത്തെ ലെൻസിന്റെ ഒബ്ജക്റ്റാ. റെഡി? അപ്പൊ ഇയാൾക്ക് ഡബിൾ റോൾ, റൈറ്റ്? ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ പോവാണ്. ഒന്നാമത്തെ ലെൻസിലേക്ക് ഞാൻ ലെൻസ് ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ -1 by u പ്ലസ്, ഇതാണ് u, 1 by v. അവന്റെ ഇമേജ് ഇമേജ് ഇതല്ലേ വരിക? എന്താ? ഞാൻ v ഡാഷ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ v1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്താ? 1 by f1. ഇനി രണ്ടാമത്തെ ലെൻസിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് രണ്ടാമത്തെ ലെൻസിന്റെ ഒബ്ജക്റ്റ് ഇതല്ലേന്ന്. അപ്പോ ഒബ്ജക്റ്റിലേക്കുള്ള അകലം u ഇതല്ലേ? v1 വരിക അല്ലെ? അപ്പൊ എന്താ? -1 by ഒബ്ജക്റ്റിലേക്കുള്ള അകലം v1 ആണ്, പ്ലസ് 1 by ഇനി അതിന്റെ ഇമേജിലേക്കുള്ള അകലം മീൻസ് ഇതാണ് ഇമേജ്. സോ എന്താ വരിക? 1 by v is equal to എന്താ? 1 by f2 ഉണ്ടാവും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കിയാൽ മതി. എന്താ കിട്ടുക? അത് ആഡ് ചെയ്യുമ്പോൾ രണ്ടും കട്ടാവും. ബാക്കി എന്താ? -1 by u പ്ലസ് 1 by v is equal to 1 by f1 plus 1 by f2. എടാ ഈ u പറഞ്ഞാൽ എന്താ? ഈ കോമ്പിനേഷന്റെ ഒബ്ജക്റ്റാ. u എന്താ? ഈ കോമ്പിനേഷന്റെ ഒബ്ജക്റ്റാ. v എന്താ? ഈ കോമ്പിനേഷന്റെ ഇമേജാ. അപ്പൊ എന്താ? ഇത് ശരിക്കും എന്താ? കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത്. അപ്പൊ എന്താ? 1 by f is equal to എന്താ? 1 by f1 plus 1 by f2. ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ f എന്ന് പറഞ്ഞാൽ എന്താ? എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ആണ്. f1 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്. f2 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ, സോ ഇത് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ചാമ്പുക. ഇത് കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ത് കൊടുക്കണം? നെഗറ്റീവ് ഇട്ട് കൊടുത്ത് തന്നെ ചെയ്യണം. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം നിർബന്ധമാണ്. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മക്കൾ നോക്കടാ. അടുത്തത് നോക്ക്.
two lenses of power plus 7 diopter and minus 3 diopter. Power positive ആണോ convex lens ആ, power negative ആണോ concave lens ആ. ഓർക്കണേ. Now find the focal length of the combination. മക്കളെ കോമ്പിനേഷന്റെ എന്ത് കാണണം? ഫോക്കൽ ലെങ്ത് കാണണം. ഫോക്കൽ ലെങ്ത്തും കാണാം, പവറും കാണാം, മാഗ്നിഫിക്കേഷൻ കാണാം. ഓക്കെ, ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ 1/f എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എന്താ 1/f1 പ്ലസ് 1/f2 ആണ് വരിക. ഇനി പവറിന്റെ എഫക്റ്റീവ് കാണണമെങ്കിൽ P1 പ്ലസ് P2 ആണ് വരിക. ഒരു കാര്യം ചെയ്യും, പവറിന്റെ എഫക്റ്റീവ് ഒന്ന് കാണും, എന്നിട്ട് നമുക്ക് അവിടെ കാണാം. അപ്പൊ എന്താ P1 എന്താ വരിക പ്ലസ് 7D ആണ് അല്ലെ, പ്ലസ് മറ്റെന്താ മൈനസ് 3D ആ. എന്താ 7 പോയ എത്ര പ്ലസ് 4D എന്ന് വരും. അപ്പൊ എത്ര പ്ലസ് 4 ഡയോപ്റ്റർ ആണ് എന്ത് കോമ്പിനേഷന്റെ പവർ. ഇനി ഫോക്കൽ ലെങ്ത് കാണും. അപ്പൊ കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് എന്താ കോമ്പിനേഷന്റെ പവർ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ആൻസർ ഈസ് 0.25 meters, that is equal to 25 centimeter is the എന്ത് focal length. Next question. Draw the path of the ray which is refracted through a prism and obtain the equation for refractive index of material of prism. Draw the ID curve. മക്കളെ ശ്രദ്ധിക്കും. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ, ഈ പ്രിസത്തിൽ നടക്കുന്ന റിഫ്രാക്ഷന്റെ ഫിഗർ വരക്കണം, അവിടുന്ന് നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ കാണണം, പിന്നെ ഐഡി കർവ് വരക്കണം. അപ്പൊ ലൈറ്റ് ഇതാ ഓക്കെ, ഇത് പ്രിസം ആണ്. ലൈറ്റ് ഇതേ ഇങ്ങനെ വരുന്നു, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, റിഫ്രാക്ട് ചെയ്ത് ഇങ്ങോട്ട് പോയി, അവിടുത്തെ വീണ്ടും റിഫ്രാക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോയി. ഇത് ഫസ്റ്റ് ഫേസിലെ നോർമൽ ആണ്, ഇത് സെക്കൻഡ് ഫേസിലെ നോർമൽ ആണ്, ഇവിടെ മീറ്റ് ചെയ്യും. പിന്നെ ഇത് ഇൻസിഡന്റ് റേ പോകേണ്ടിയിരുന്ന പാത്താണ്, ഇത് റിഫ്രാക്റ്റഡ് റേ എമർജന്റ് റേ പോയ പാത്താണ്. അപ്പൊ ഇൻസിഡന്റ് റേ ഇങ്ങനെ വന്നോര് ഇപ്പൊ പോയത് ഇങ്ങനെയാണ്. അപ്പൊ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. ഇതിന് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ അല്ലെങ്കിൽ ഡി എന്ന് വിളിക്കും, നമുക്ക് ഡെൽറ്റ എന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ ഡെൽറ്റ കാണണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ കാര്യം നോക്കടാ, ഈ ഒരു ട്രയാംഗിളിൽ നിന്ന് ആദ്യം ഈ ഒരു ട്രയാംഗിളിൽ നിന്ന് R1 പ്ലസ് R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N എന്ന് പറയുന്നത് അത് ആംഗിൾ N. ആംഗിൾ N എന്ന് പറഞ്ഞ 180 അല്ലേ എന്ന്. കൂടാതെ ഈ ഒരു ക്വാഡ്രിലാറ്ററിൽ നിന്ന് ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ എന്ന് പറഞ്ഞാൽ എന്താ 180 അല്ലേ എന്ന്. അപ്പൊ ആംഗിൾ എ ഞാൻ എ എന്ന് വിളിക്കുകയാണ്, ആംഗിൾ എ പ്ലസ് അത് ആംഗിൾ ഓഫ് പ്രിസം ആണ്, പ്ലസ് ആംഗിൾ എൻ ഇസ് ഈക്വൽ ടു എന്താ 180. അപ്പൊ R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ആംഗിൾ എൻ ആണ്. ഇത് രണ്ടും കട്ട് ആവുമ്പോ മക്കളെ എന്താ വരിക പറ, എ ഇസ് ഈക്വൽ ടു എന്താണ് R1 പ്ലസ് R2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് ആണല്ലോ. അപ്പൊ ആംഗിൾ ഓഫ് പ്രിസം R1 പ്ലസ് R2 എന്ന് കിട്ടി. ഇനി അടുത്തതായിട്ട് മക്കളെ ഇങ്ങനെ ഇവിടെ നോക്കിക്കേടാ, ഈ ആംഗിൾ എന്താ വരിക, ഈ ആംഗിൾ എന്താ വെച്ചാൽ ഇത് ഐ ആയതുകൊണ്ട് ഇത് മൊത്തം ഐ ആ. ഇത് നോക്ക്, ഈ രണ്ട് ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട്, ഈ ആംഗിളും സെയിം ആ. അപ്പൊ ഈ ആംഗിൾ ഐ ആകുമ്പോൾ ഇത് എന്താ ഐ, ആ ഐയിൽ നിന്ന് R1 പോയാൽ ബാക്കി എന്താ I മൈനസ് R1. അപ്പൊ എന്താ ഇത് I മൈനസ് R1. അതുപോലെ ഈ ആംഗിൾ എന്താ മക്കളെ ഇ ആ. അപ്പൊ ഈ ആംഗിളും എന്താ ഇ ആ. അതിൽ ആ ഇയിൽ നിന്ന് R2 പോയാൽ എന്താ E മൈനസ് R2. അപ്പൊ ഈ ആംഗിൾ എന്താ പറ E മൈനസ് R2 ആണ്. ഓക്കെ ആണല്ലോ? റെഡി. ഇനി അടുത്ത് നോക്കേണ്ടത് വെച്ചാല് ഞാൻ ഈ ഒരു ട്രയാംഗിൾ എടുത്തു, ഈ ഒരു ട്രയാംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് എന്ത് ഡെൽറ്റ. അത് ഈ രണ്ട് ആംഗിൾസിന്റെയും സമ്മിന് ഈക്വൽ ആ. അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ പറ, ഡെൽറ്റ ഇസ് ഈക്വൽ ടു I മൈനസ് R1 പ്ലസ് E മൈനസ് R2. That is equal to I plus E minus R1 minus R2. That is equal to I plus E minus of R1 plus R2. That is equal to I plus E minus A. അതാണ് എന്തെന്ന് പറഞ്ഞ ഡെൽറ്റ. So what is delta? Delta is equal to I plus E minus A. സെറ്റ് ആണല്ലോ? സെറ്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക പ്രിസത്തിന്റെ കേസിൽ. ഇനി അടുത്ത മക്കളെ നോക്കണം, ശ്രദ്ധിക്കും. ഞാൻ പറയാണ് if angle of deviation, angle of deviation പറഞ്ഞാൽ ഈ angle of deviation, ആ angle of deviation angle of minimum deviation ആകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ റിഫ്രാക്റ്റഡ് റേ ബേസിന് പാരലൽ ആയിരിക്കും. കൂടാതെ ഐയും ഇയും ഈക്വൽ ആയിരിക്കും, R1ഉം R2ഉം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ R1 R2 ഈക്വൽ, നമുക്ക് അതിനെ R എന്ന് വിളിക്കാം. ഇയും ഐയും ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? ഇയും ഐയും ഈക്വൽ ആണ്. ഇനി നമുക്ക് അപ്പൊ എ എന്താ ഒന്ന് പറയടാ, R1 പ്ലസ് R2 എന്നുള്ളത് R പ്ലസ് R ഇസ് ഈക്വൽ ടു എന്താ 2R. അവിടുന്ന് R എന്താണ് A/2 ആണ്. ഇനി അടുത്ത് എന്താ മക്കളെ ഡെൽറ്റ വരിക, ഡെൽറ്റ മിനിമം ഇസ് ഈക്വൽ ടു I പ്ലസ് ഇ എന്നുള്ളത് ഞാൻ I പ്ലസ് I മൈനസ് എ നടിക്കും. അപ്പൊ എന്താ 2i minus a is equal to delta m ആണ്. അവിടുന്ന് 2i is equal to delta m plus a ആണ്. I is equal to delta m plus a by 2 ആണ്.
അപ്പോൾ ഐ കിട്ടി, ആർ കിട്ടി, നേരെ സ്നെൽസ് ലോയിലേക്ക് അപ്ലൈ ചെയ്യാം. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എന്താണ്? n2 by n1 ആണ്. ഓക്കെ അല്ലേ? സോ ഫ്രം ഹിയർ സൈൻ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എം പ്ലസ് എ ബൈ 2 ബൈ സൈൻ ആർ എന്താ? സൈൻ എ ബൈ 2 ഇസ് ഈക്വൽ ടു എന്താ? n2 by n1. ഇതൊക്കെ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. മക്കൾ എന്തായാലും പഠിക്കണം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? റെഡി ആണല്ലോ മക്കളെ? പെർഫെക്റ്റ്. ഓക്കെ. ഇനി ഐ ഡി കർവ് ആണ് പറഞ്ഞതെങ്കിൽ മക്കൾ ഐ ഡി കർവ് ഇതാ. ഐ ഡി കർവ് എന്ന് പറയുമ്പോൾ ആദ്യം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയും. അങ്ങനെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആവും. അപ്പൊ ഐയും ഇയും ഒക്കെ ഈക്വൽ എന്ന് പറഞ്ഞു. ഇതാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീണ്ടും കൂട്ടിയാൽ എന്ത് ചെയ്യും? ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൂടുക ചെയ്യാം. അപ്പൊ ആദ്യം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുമ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയും. അങ്ങനെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആവും. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ആംഗിൾ ഓഫ് ഡീവിയേഷൻ വീണ്ടും എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മക്കൾ സെറ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, draw a ray diagram showing the image formation at a near point for a simple microscope. മക്കളെ നമ്മൾ നിയർ പോയിന്റിൽ അതായത് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഫിഗർ വരക്കാൻ പറഞ്ഞാൽ വേഗം ചെയ്യേണ്ടത് ഒരു കോൺവെക്സ് ലെൻസ് വരക്കുക. ആ കോൺവെക്സിന്റെ ഒപ്റ്റിക് സെന്ററിന്റെയും ഫോക്കസിന്റെയും ഇടയിൽ ആരെ വെക്കുക? ഒബ്ജക്റ്റിനെ വെക്കുക. അപ്പോൾ ഇമേജ് ഫോർമേഷൻ വരക്കുമ്പോൾ മക്കളേതാ ഇങ്ങനെ വരും. ഇത് ഫോക്കസ് ആണ്, ഇങ്ങനെ വരും. അപ്പൊ എന്താ? ഈ രണ്ട് ലൈറ്റ് റേസ് ഒരിക്കലും കൂട്ടിമുട്ടൂല, ബാക്കോട്ടേക്ക് നീട്ടുക. അപ്പൊ ഇവിടെ മുട്ടും, വലിയൊരു ഇമേജ് കിട്ടും. അപ്പൊ ഈ കണ്ണുകൊണ്ട് നോക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുക ഈ രണ്ട് ലൈറ്റ് റേസും ഇവിടുന്ന് വരുന്ന മാതിരി ഫീൽ ചെയ്യുക. ശരിക്കും ഇവിടുന്ന് വന്ന് ചെയ്യാക്ക് ഫീൽ ചെയ്യാൻ എന്താണ്? ഈ രണ്ട് ലൈറ്റ് റേസും ഇവിടുന്ന് വരുന്ന മാതിരി ഫീൽ ചെയ്യുക. അപ്പൊ ഈ ഹെഡ് ഇവിടെ കാണുക, ഈ ടെയിൽ ഇവിടെ കാണുക. അപ്പൊ ഈ ഒരു സാധനം ഇങ്ങനെ കാണുക, ആ കണ്ണ്. ഓക്കെ, അപ്പൊ എന്തായിട്ട് ആക്ട് ചെയ്യാണ്? ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്ട് ചെയ്യാണ്. റൈറ്റ്? ഓക്കെ. നെക്സ്റ്റ്, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ എന്താണ്? മാഗ്നിഫൈങ് പവർ ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. മക്കളെ മാഗ്നിഫൈങ് പവർ ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. ഇതിന്റെ മാഗ്നിഫൈങ് പവർ, മാഗ്നിഫിക്കേഷൻ കാണണം. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ കാണാൻ വേണ്ടി മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? V by U ആണ് ലെൻസിന്റെ കേസിൽ, V by U. ഓക്കെ, അപ്പൊ ഞാൻ മാഗ്നിഫിക്കേഷൻ കാണാൻ വേണ്ടി 1 by f is equal to minus 1 by u plus 1 by v എന്ന ഇക്വേഷൻ എടുത്തു. നേരത്തെ v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ v by f is equal to എന്താ? minus v by u plus v by v 1 ആവും. സോ ഫ്രം ഹിയർ v by u ലെഫ്റ്റ് കൊടുക്കുമ്പോൾ എന്താ? v by u is equal to 1 minus v by f എന്ന് വരും. v by u പറഞ്ഞാൽ എന്താ? ഇത് മാഗ്നിഫിക്കേഷൻ m ആണ്, is equal to 1 minus v ഇവിടെ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ അല്ല, ഇതാണ് ഇമേജ്. അപ്പോൾ എന്താ? മൈനസ് d ആണ് ഇമേജിന്റെ ഡിസ്റ്റൻസ്. അപ്പോൾ എന്താ? മൈനസ് d by f എന്ന് കൊടുത്താൽ m will be 1 plus d by f. ഇതാണ് എന്ത്? മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? സോ ഇതാണ് ഇക്വേഷൻ. ഇനി ഇമേജ് ഇൻഫിനിറ്റി ആണെങ്കിൽ ആ 1 plus d by f എന്നുള്ള d by f ആയി മാറും. റൈറ്റ്? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, derive expression for linear magnification of simple microscope. കണ്ടു കഴിഞ്ഞു നമ്മൾ. ഓക്കെ, ഇനി അടുത്ത് a thin lens of focal length 5 cm is used as a simple microscope by a person with a normal near point 25 cm. What is magnifying power of this microscope? മക്കളെ 1 plus d at 25 by 5 ഉണ്ടാവും. ആൻസർ എന്താ? 1 plus 5. ആൻസർ is 6 is the right answer. Simple question. അടുത്ത, draw the ray diagram showing the image formation by a compound microscope. മക്കളെ രണ്ട് ലെൻസ് ഉണ്ടാവും ട്ടോ. ഒന്ന് ഐപീസും രണ്ട് ഒബ്ജക്റ്റീവും. അപ്പോൾ ഈ ഒബ്ജക്റ്റീവിന്റെ മുൻപിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കും, കുഞ്ഞു ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇത് വെച്ചു, അപ്പോൾ ഒരു ഇമേജ് ഫോർമേഷൻ നടക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഇമേജ് ഉണ്ടായി. ഇവനെ വെക്കലിടയിൽ വെച്ച് കഴിഞ്ഞാൽ എഫിന്റെ 2f അടുക്ക വെക്കുക. അപ്പൊ അവൻ എന്ത് ചെയ്യും? അപ്പുറത്ത് 2f അപ്പുറത്ത് വലിയൊരു ഇമേജ് ഉണ്ടാക്കും, ലൈക്ക് ദിസ്. ഓക്കെ, സോ ഈ ലൈറ്റ് റേസ് നേരെ വന്നതാ, ഈ ലൈറ്റ് റേസ് നേരെ വന്ന് ഇല്ല കയറുന്നു. ഈ ലൈറ്റ് റേസ് നേരെ വന്ന് അടുത്ത ലെൻസിൽ കയറും, അവിടുന്ന് റിഫ്രാക്ട് ചെയ്യും. ആ ലൈറ്റ് റേസ് നമ്മൾ നേരെ ബാക്കോട്ടേക്ക് നീട്ടുമ്പോൾ എന്ത് ചെയ്യും? ഒരു പോയിന്റ് പോയി മുട്ടും. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് ഇവന്റെ എന്താണ്? സോറി, ഇയാള് ഇവന്റെ ഇമേജ് ആണ്, ഇയാള് ഇവന്റെ ഒബ്ജക്റ്റ് ആണ്. ഇയാള് ഇവന്റെ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇയാള് ഇവന്റെ ഇമേജ് ആണ്. അങ്ങനെ ഈ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഇവന്റെ ഇമേജിനെ കാണുക, അതായത് ഇതാണ് കാണുക. അപ്പൊ ഈ കുഞ്ഞു സാധനം ഇത്രയും വലുതായി കിട്ടി. സത്യല്ലേ? ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പരിപാടി. വളരെ സിമ്പിൾ ആയി കാര്യം മനസ്സിലാക്കുക. അതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒബ്ജക്റ്റ് ആണല്ലോ ഇത്. അപ്പൊ അവന്റെ ഇമേജ് ഇവിടെ അല്ലേ കിട്ടിയെന്ന്. ഇപ്പൊ കൂടെ നോക്കി നോക്ക്, ഇതെന്താ? സിമ്പിൾ മൈക്രോസ്കോപ്പാ. ഏത്? ഇത് സിമ്പിൾ മൈക്രോസ്കോപ്പാ. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചപ്പോ അവിടെ തന്നെ ഇമേജ് ഉണ്ടാക്കി. അത് സിമ്പിൾ മൈക്രോസ്കോപ്പ് അല്ലേ എന്ന്? അത് സിമ്പിൾ മൈക്രോസ്കോപ്പ് അല്ലടാ. കണ്ടോ? ഇവിടെ വെച്ചപ്പോ ഇവിടെ ഇമേജ് ഉണ്ടാക്കി, സിമ്പിൾ മൈക്രോസ്കോപ്പാ. അപ്പൊ ഈ സാധനം എന്താടാ? സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതെന്തായിട്ട് ആക്ട് ചെയ്യാം? സിമ്പിൾ മൈക്രോസ്കോപ്പ് ആയിട്ട് ആക്ട് ചെയ്യാം. റൈറ്റ്? ഓക്കെ. നെക്സ്റ്റ്, അതിന്റെ മാഗ്നിഫിക്കേഷൻ ഒബ്റ്റെയിൻ ചെയ്യണം.
ഈ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ m is equal to ഐപീസിന്റെ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു എന്താണ് ഒബ്ജക്റ്റീവിന്റെ മാഗ്നിഫിക്കേഷൻ. ലെൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഫോക്കൽ ലെങ്ത് പഠിച്ചു 1/f is equal to 1/f1 plus 1/f2 ആണ്. പവർ എന്താ p is equal to p1 plus p2 ആണ്. ഈ മാഗ്നിഫിക്കേഷൻ എന്താ m1 into m2 വരിക. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, സോ ദാറ്റ് ഈസ് ഈക്വൽ എടാ ഇയാൾ ഇതെന്തായിട്ട് ആക്ട് ചെയ്യുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പ്. സോ m ഐപീസ് എന്ന് പറഞ്ഞാൽ എന്താ 1 plus d/fe ആണ് വരിക. ഓക്കെ ആണോ? ഈ mo എന്ന് പറഞ്ഞാൽ എന്താ ഇയാളുടെ മാഗ്നിഫിക്കേഷൻ ആണ്. അതെന്താ വരിക ഈ v/e ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഈ v ഇത് ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് ഇത് വരിക vo ആണ്. ഇതെന്താ വരിക uo ആണ് വരിക. ഓക്കെ, നേരെ കൊടുക്കുക. അപ്പൊ എന്താ വരിക ഇൻറ്റു MOക്ക് VO/UO എന്ന് കൊടുത്താൽ എന്തായി മാഗ്നിഫിക്കേഷൻ ആയി. ഓക്കെ, സിമ്പിൾ ആണ് പരിപാടികളൊക്കെ ടപ്പേ ടപ്പേ ടപ്പേ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഉണ്ടടാ, നോക്ക്. ഈ VO എന്ന് പറഞ്ഞ ഈ ഒരു സാധനം, ഈ ലെൻസ് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ അടുപ്പിക്കുമ്പോൾ ഈ ഒരു ഇവന്റെ അടുത്തെത്തും അല്ലെ. അടുത്തെത്തി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഇമേജ് കറക്റ്റ് കിട്ടും. അപ്പൊ എന്താ ഈ VO എന്ന് പറയുന്നത് അപ്പൊ എന്തായി മാറി? രണ്ട് ലെൻസുകൾ തമ്മിലുള്ള അകലായി മാറി. ഈ ലെൻസുകൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അത് ഈ ഒരു മൈക്രോസ്കോപ്പിന്റെ എന്താണ് ലെങ്ത്. അപ്പൊ അതിന് L എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ആർക്ക്? VOക്ക്. അപ്പൊ കൊടുത്താൽ എന്താ വരിക L/VO. അതുപോലെ തന്നെ ലിസൺ ഇവയാളെ വെക്കേണ്ടത് എവിടെയാണ്? FOന്റെയും 2FOന്റെയും ഇടയിലാ വെക്കണ്ടേ. ഇപ്പൊ ഞാൻ കുറച്ച് F1 എടുത്തേക്ക് അടുപ്പിച്ചാലോ? അടുപ്പിക്കുകയാണെങ്കിലും എപ്പോഴും തന്നെ F1ന്റെയും 2FOന്റെയും എടുത്തല്ലേ. പക്ഷേ F1ന്റെ തൊട്ടടുത്ത് വെച്ചാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി F എന്ന് വിളിക്കാം. അപ്പൊ ഈ UOനെ അപ്രോക്സിമേറ്റ്ലി F എന്ന് വിളിക്കാം, ഈ VOനെ അപ്രോക്സിമേറ്റ്ലി L എന്ന് വിളിക്കാം. അപ്പൊ ഇക്വേഷൻ എന്താ? L/FO into 1 plus d/fe എന്നുണ്ടാവും. ഓക്കെ, സിമ്പിൾ. L/FO എന്താ ഇക്വേഷൻ മക്കളെ പറ? m is equal to L/FO into 1 plus d/fe എന്നുണ്ടാകും. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓൾ ഓഫ് യു ക്ലിയർ മക്കളെ? സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. Write the expression for magnification produced by a compound microscope when image is formed at infinity. ഇവിടെ ഈ ഇമേജ് ഇൻഫിനിറ്റി ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഈ ഇമേജ് ഇൻഫിനിറ്റി ഫോം ചെയ്യുകയാണെങ്കിൽ ഇത് ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇൻഫിനിറ്റി ഫോം ചെയ്യുന്ന ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കണം. എന്താ? d/fe. അപ്പൊ ഇക്വേഷൻ എന്താ വരിക? m is equal to L/FO into d/fe എന്നുണ്ടാവും. എന്താ? L/FO into d/fe. സിമ്പിൾ. ഇല്ലെങ്കിൽ എന്താ 1 plus d/fe എന്നുണ്ടാവും. 1 plus d/fe. എവിടെ? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷനിലാണ് ഫൈനൽ ഇമേജ് ഉണ്ടാവുന്നതെങ്കിൽ ഇതാ മാഗ്നിഫിക്കേഷൻ. ഇനി ഇൻഫിനിറ്റി ഫൈനൽ ഇമേജ് എങ്കിലോ ഈ 1 plus d/fe എന്നുള്ള d/fe ആയി മാറും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരെ കൊടുത്ത ആൻസർ ആയി. ഓക്കെ, നെക്സ്റ്റ്. For large magnification for a compound microscope. എടാ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ ലാർജ് ആവണമെങ്കിൽ ഒബ്ജക്റ്റീവും അതുപോലെ ഐപീസും സ്മോൾ ഫോക്കൽ ലെങ്ത് ആവണം. ദാ ഇക്വേഷൻ നോക്ക്. ഐപീസും ഒബ്ജക്റ്റീവും സ്മോൾ ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ലാർജ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മൾ ഏകദേശം നമ്മളുടെ പരമാവധി ഒരു മണിക്കൂറും 10 മിനിറ്റിന്റെ അടുത്തെടുത്തു. നമ്മൾ ഒരു മണിക്കൂർ തന്നെ, ബിക്കോസ് ഇൻ ബിറ്റ്വീൻ ടൈം ഒക്കെ ഒഴിവാക്കി പോയാൽ നമുക്ക് 1 മണിക്കൂറേ എടുത്തുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ റേ ഒപ്റ്റിക്സിൽ ഏകദേശം എല്ലാ ഏരിയാസും കവർ ചെയ്തു റേ ഒപ്റ്റിക്സിന്റെ. ഓക്കെ, അപ്പോ മക്കളെ ഞാൻ ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. അത്യാവശ്യമൊക്കെ ഒരു ലോജിക്കുള്ള ആൾക്കാരെ ഇത് റിവിഷൻ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം ചാപ്റ്ററിനെ കുറിച്ച് ചെറിയ ധാരണ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് റിവിഷൻ ആയിട്ട് കാണാം. ഓക്കെ ആണല്ലോ? തീരെ അറിയാത്ത കുട്ടികൾ കണ്ടാൽ വലിയ ബെനിഫിഷ്യൽ ആയിക്കൊള്ളും എന്നില്ല, ബിക്കോസ് അങ്ങനത്തെ ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല. റിവിഷൻ ആണ്, പക്ക റിവിഷൻ ആണ്. അത്യാവശ്യം അറിയുന്ന ഒരു ആവറേജ് കുട്ടികൾക്ക് വളരെ സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യാം, ചാപ്റ്റർ ഏകദേശം കവർ ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിലേക്ക് ഇട്ടിരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, അടുത്ത് വേവ് ഒപ്റ്റിക്സ് ആണ്. ഓക്കെ, എന്താ മക്കളെ വേവ് ഒപ്റ്റിക്സ്? വേവ് ഒപ്റ്റിക്സിൽ ആദ്യം എന്താ വേവ് ഫ്രണ്ട്? വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കണ്ടിന്യൂസ് ലോക്കസ് ഓഫ് ഓൾ ദ പാർട്ടിക്കിൾസ് വിച്ച് ആർ വൈബ്രേറ്റിംഗ് അറ്റ് ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അതായത് ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന കണ്ടിന്യൂസ് ലോക്കസ് ഓഫ് ഓൾ ദ പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം. ഒരു മീഡിയത്തിലുള്ള കണ്ടിന്യൂസ് അടുത്തടുത്ത് തൊട്ടുള്ള എന്താണ് ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾസിനെ ആ പാർട്ടിക്കിൾസിന്റെ ആ ലോക്കസ് ഓഫ് ഓൾ ദ പോയിന്റ്സ്, ആ എല്ലാ ലോക്കസ് ഓഫ് പോയിന്റ്സിനെയും കൂടി കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അല്ലാതെ ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിളിനെയും കൂടി നമുക്ക് എന്ത് വിളിക്കാൻ പറ്റില്ല, പിന്നെ ഇത് പറയാം കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ലോക്കസ് ഓഫ് ഓൾ ദ പോയിന്റ്സ് ആണ്, കൃത്യമായി ശ്രദ്ധിക്കണം കേട്ടോ. സോ വേവ് ഫ്രണ്ട് ഈസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് വിച്ച് ഓസിലേറ്റ് ഇൻ ഫേസ് ഓഫ്. ഓക്കെ, ഇത് കറക്റ്റ് കൊടുക്കണം. എന്താ വേവ് ഫ്രണ്ട് ഈസ് ദ കണ്ടിന്യൂസ് ലോക്കസ് ഓഫ് പോയിന്റ്സ് വിച്ച് ഓസിലേറ്റ് ഇൻ ഫേസ് or in phase
or a wavefront is defined as the surface of constant phase എന്ന് പറയാം. അതിൽ ഈ രണ്ടാമത്തെ വേണ്ടെങ്കിൽ ആദ്യത്തെ പഠിച്ചാൽ മതി. Okay, that is wavefront. Right, next. Draw the wavefront near to a point source. മക്കളെ ഒരു പോയിന്റ് സോഴ്സ് ഈ സോഴ്സ് നിന്ന് ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പോയിന്റ് സോഴ്സിന് ചുറ്റും ഇത് സർക്കിൾ അല്ല, ശരിക്കും ഇതൊരു സ്ഫിയർ ആണ്. ഒരു സ്ഫിയർ ആണ്. ആ സ്ഫിയറിന്റെ എല്ലാ പോയിന്റും കൂടി കൂട്ടി ആ സ്ഫിയറിന്റെ എല്ലാ പോയിന്റിലെയും പാർട്ടിക്കിൾസ് ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലായിരിക്കും. അതുകൊണ്ട് ആ സ്ഫിയറിന്റെ മൊത്തം നിങ്ങൾക്ക് എന്ത് വിളിക്കാം? വേവ് ഫ്രണ്ട് എന്ന് വിളിക്കാം. അതുകൊണ്ട് ഇത് എന്ത് വേവ് ഫ്രണ്ടാ? ഒരു പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് എന്ത് വേവ് ഫ്രണ്ടാ? സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. റൈറ്റ്, ഇതാണ് അവിടെ കാണിച്ചു കേട്ടോ. ഇവിടുന്ന് ആരോ മാർക്ക് കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കണം. എപ്പോഴും വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ലൈക്ക് ദിസ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡ്രോ വേവ് ഫ്രണ്ട് അറ്റ് ലാർജ് ഡിസ്റ്റൻസ് ഫ്രം എ സോഴ്സ്. എടാ ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിലും ഒരു ലീനിയർ, എടാ ഒരു ട്യൂബ് ലൈറ്റ് പോലത്തെ ഒരു സാധനം ഇവിടെ നോക്കട്ടോ. ഒരു ട്യൂബ് ലൈറ്റ് പോലത്തെ ഒരു സാധനം ആണെങ്കിൽ അതുണ്ടാക്കുന്ന ലൈറ്റ് റേസ് ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് എന്ത് ചെയ്യുക മക്കളെ? ഫോം ചെയ്യുക. എന്ത് വേവ് ഫ്രണ്ട് ആണ്? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണ് എന്ത് ചെയ്യുക? അവിടെ ഫോം ചെയ്യുക. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാക്കുക. ലീനിയർ സോഴ്സുകൾ. പോയിന്റ് സോഴ്സ് ആണെങ്കിൽ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാക്കുക. ഇനി ഈ ലീനിയർ സോഴ്സ് ആണെങ്കിലും പോയിന്റ് സോഴ്സ് ആണെങ്കിലും ആ ലൈറ്റ് ഒരുപാട് ദൂരം പോയി കഴിഞ്ഞാൽ ആ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടിന്റെ ഒരു ചെറിയ ഭാഗം അത് എന്ത് പോലെ ഉണ്ടാവും അറിയോ? പ്ലെയിൻ വേവ് ഫ്രണ്ട് പോലെ ഉണ്ടാവും. എന്തുണ്ടാവും? പ്ലെയിൻ വേവ് ഫ്രണ്ട് പോലെ ഉണ്ടാവും. അപ്പൊ എന്താണ്? അറ്റ് ലാർജ് ഡിസ്റ്റൻസ് of a point source or linear source, a small part of its wavefront is considered as a plane wavefront. ഇതാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഒരു പ്ലെയിൻ പോലെ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് പോകേണ്ടത്? നമ്മുടെ ലൈറ്റ് റേസ് പോകേണ്ടത്. റൈറ്റ്, ഓക്കെ ആണ്. അപ്പൊ വേവ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്താണ്? ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മക്കളെ, ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും പുറത്തേക്ക് വന്ന ഇതാണ് നമ്മുടെ ഒരു വേവ് ഫ്രണ്ട് ആണ്. ഈ ഒരു പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് വിളിക്കും. ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓൺ ദ പ്രൈമറി വേവ് ഫ്രണ്ട്, ഈ പ്രൈമറി വേവ് ഫ്രണ്ടിന്റെ ഓരോ പോയിന്റും ഒരു ഫ്രഷ് സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസ് പോലെ ആക്ട് ചെയ്യും. ഏത്? ഒറിജിനൽ ലൈറ്റ് സോഴ്സ് പോലെ. ഈ ലൈറ്റ് സോഴ്സ് പുറത്തേക്ക് വിടുന്ന വേവ്സിലെ ഡിസ്റ്റർബൻസ് നമ്മൾ വിളിക്കാം. അപ്പം ഈ ഒറിജിനൽ ലൈറ്റ് പുറത്തേക്ക് വിടുന്ന ഒറിജിനൽ സോഴ്സ് ഓഫ് ലൈറ്റ് പുറത്തേക്ക് വിടുന്ന വേവ്സ് എന്താ പറയാ? ഡിസ്റ്റർബൻസ് പോലെ ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലുള്ള ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾസ് പുറത്തേക്ക് എന്ത് വിടും? ഡിസ്റ്റർബൻസ് വിടും. അങ്ങനെ വിടുന്ന ആ ഡിസ്റ്റർബൻസുകൾ നമുക്ക് എന്ത് വിളിക്കാം? സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? ഇത് പ്രൈമറി വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ ആണല്ലോ? ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് എന്താണ്? ആക്ട്സ് ആസ് എ ഫ്രഷ് സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസ് which produces secondary wavelets ആണ്. ഇതാണ് ആദ്യം പറഞ്ഞ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, at any instant of time, the primary wavefront will be at any instant of time, either instant of time will the envelope of secondary wavelets gives the new wavefront at that instant. അപ്പൊ ഏതൊരു ഇൻസ്റ്റന്റിൽ നിങ്ങൾക്ക് പുതിയ ആ വേവ് ഫ്രണ്ട് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? ഈ സെക്കൻഡറി വേവ്ലെറ്റ്സുകളുടെ എന്തെടുത്താൽ മതി? എൻവലപ്പ് അങ്ങ് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? അതാണ് നമ്മുടെ പുതിയ വേവ് ഫ്രണ്ടിന്റെ പൊസിഷൻ ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ഹൈഗൻ പ്രിൻസിപ്പിൾ പറഞ്ഞ കാര്യം. ഒന്നെന്താണ്? Each and every point on the primary wavefront acts as a fresh source and produces disturbances like the original source does. Okay alle? Okay. And now at any instant the new wavefront will get by taking the envelope of secondary wavelets at that instant. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കൃത്യമായി പഠിച്ചു വെക്കുക. Very important. Okay. Next. Using Huygens theory, obtain the law of refraction of a plane wave ആണ്. എടാ മക്കളെ നോക്കടാ, law of refraction of a plane wave. ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് നമ്മളുടെ laws of refraction ഇവിടെ പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി മക്കൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മീഡിയം, മുകളിലത്തെ ഒരു മീഡിയം, താഴത്തെ ഒരു മീഡിയം, ഇതതിന്റെ ഇന്റർഫേസ് ആണ്. അവിടേക്ക് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ആ പ്ലെയിൻ വേവ് ഫ്രണ്ടിന്റെ ഈ വേവ്ലെറ്റ് ഇവിടെ വെച്ച് റിഫ്രാക്ട് ചെയ്യും ആദ്യം. അപ്പൊ ഇവന് എന്ത് സംഭവിച്ചില്ല? റിഫ്രാക്ഷൻ സംഭവിച്ചില്ല. പിന്നെ അവൻ ആ മീഡിയം ഇങ്ങനെ വന്ന് ഇവിടെ വെച്ചാൽ റിഫ്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലൈറ്റ് റേ ഇവിടുന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഇവൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഇവർ വീണ്ടും ഒരുമിച്ച് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ട് പിന്നെ എന്ത് ചെയ്യും? അവർ ഒരുമിച്ച് അങ്ങ് ട്രാവൽ ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ്, ഇവിടുന്ന് ലൈറ്റ് ഇവിടെ എത്തുന്ന അതേ സമയത്തിൽ ഇവൻ ഇവിടെ എത്തണം.
ഇത് കുറെ ഡിസ്റ്റൻസ് ഉണ്ട്, ഇത് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് കുറവായിരിക്കും? സ്പീഡ് കുറവും ഇവിടെ സ്പീഡ് കൂടുതലുമായിരിക്കും. റൈറ്റ്? ഓക്കെ. നെക്സ്റ്റ്, ഇതാണ് ഇൻസിഡന്റ് റേ, അതുകൊണ്ട് ഇതാണ് നോർമൽ. അപ്പൊ ഇതെന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്, ഇത് നോർമൽ ആണ്, അതുകൊണ്ട് ഇതെന്താ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെയും കാണിക്കാം, ഇതും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്താ മക്കളെ വരിക? ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇതെന്താ? 90 - 6 ആണ്. അത് 90 - 6 ആകുമ്പോൾ എന്താ വരിക? 6 വരിക. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ഇനി എന്താണ് മക്കളെ ഇവിടുന്ന് ഇവിടെ എത്താനുള്ള സമയം എന്താ? ഇവിടുന്ന് ഇവിടെ എത്താനുള്ള സമയം t, ഇവിടുന്ന് എത്താനുള്ള സമയം എന്താ? t. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സ്പീഡ് v1 ഉം ഇവിടുത്തെ സ്പീഡ് v2 ആ. ഡിഫറെന്റ് മീഡിയ അല്ലേ? അപ്പോൾ മാറും. അപ്പോൾ എന്താ മക്കളെ? bc എന്ന് പറഞ്ഞാൽ v1 × t ആണ്. ഓക്കെ. ae എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് വെലോസിറ്റി ഇൻടു ടൈം. ae എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? v2 × t ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ, എന്താണ് ഈ ട്രയാങ്കിളിന് ഇത് i ആണെങ്കിൽ ഇതെന്താ? 90 - i. അപ്പൊ എന്താ? i. അപ്പൊ എന്താ മക്കളെ ഇവിടുന്ന് sin i? sin i എന്ന് പറഞ്ഞാൽ sin i by sin r ചെയ്യാൻ പോവാണ്. sin i എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ. അപ്പൊ എന്താ വരിക? BC by hypotenuse എന്താ? AC ആണ്. ഇനി sin r എന്ന് പറഞ്ഞാൽ എന്താ? sin r എന്ന് പറഞ്ഞാൽ ഇത് by hypotenuse ആ. എന്താ? AE by hypotenuse. AE by AC ഉണ്ടാവും. AC കട്ട. അപ്പൊ എന്താ? sin I by sin r is equal to BC by AE. BC യും AE യും എന്താന്നുള്ളത് ആളുണ്ട്. V1t by V2 എന്താ? V1 by V2 ഉണ്ടാവും. So what is sin I by sin r? sin i by sin r എന്ന് പറഞ്ഞാൽ v1 by v2 ആണ്. v1 by v2 പറഞ്ഞാൽ എന്താ? n2 by n1 ആണ്. എന്താ? n21 ആണ്. സാധനം എന്താ? സ്നെൽസ് ലോ ആണ്. സ്നെൽസ് ലോ പ്രൂവ് ചെയ്തു. ഓക്കെ. അപ്പോൾ വേവ് തിയറി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? സ്നെൽസ് ലോ പ്രൂവ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ? നൗ using Huygens theory obtain the law of reflection of a plane wave, or using Huygens theory prove that angle of incidence is equal to angle of reflection. Angle of incidence ഉം angle of reflection ഉം ഈക്വൽ ആണ് എന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. മക്കളെ ശ്രദ്ധിച്ചോ. ഒരു ലൈറ്റ് ഇതാ വരുന്നു, ഇതാണ് വരുന്ന ലൈറ്റ് വേവ്. ഓക്കെ. ആ പ്ലെയിൻ വേവ് ഇവിടുന്ന് പൊട്ടും. ഇവൻ ആദ്യം റിഫ്ലക്ട് ചെയ്യും, പിന്നെ ഇവിടുന്ന് ഇവിടെ എത്തണം, പിന്നെ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ. സെറ്റ് അല്ലേ? അങ്ങനെ അവർ വീണ്ടും ഒരേ വേവ് ഫ്രണ്ടായി അവർ വീണ്ടും എന്ത് ചെയ്യും? പിന്നെ പോവും ചെയ്യും റിഫ്ലക്ട് ആയിട്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും എന്താ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനുമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയതുകൊണ്ട് ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അപ്പൊ എന്താ? 90 - എന്താ? സോറി, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതും എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെ വരിക, i തന്നെ വരിക. ഇതെന്താ? 90 - i. അപ്പൊ എന്താ വരിക? i വരും. ഓക്കെ ആണല്ലോ? ഇവിടെ റിഫ്ലക്റ്റഡ് റേ കാണിക്കുകയാണെങ്കിൽ എന്താ? ഇവിടെ നോക്കണം. ഇവിടെ എന്താണ്? ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഇതും എന്താ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. സോ ഇതെന്തായിരിക്കും? 90 - i ആണ്. സോറി, 6 ആണ്. അപ്പൊ എന്താ? ഇത് 6 എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എടാ ഇവിടെ നോക്കണം. അതായത് ഞാൻ പറയുന്നു, ഈ ഒരു ലൈറ്റ് ഇവിടെ നിന്നും ഈ ലൈറ്റ് ഇവിടെ എത്തുമ്പോഴേക്കും ഈ ലൈറ്റ് ഇവിടുന്ന് ഇവിടെ എത്തണം. അപ്പോൾ സെയിം ടൈം, അതായത് ഇവൻ ഇവിടുന്ന് ഇവിടെ എത്തണം, അതേ സമയത്തിൽ ഇവൻ ഇവിടുന്ന് ഇവിടെ എത്തണം. ഇവർ രണ്ടുപേരും ഒരേ മീഡിയത്തിലാ, അപ്പൊ ഒരേ വെലോസിറ്റിയാ. അപ്പൊ ഈ ഡിസ്റ്റൻസ് കവേർഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ എന്ത് പറയാ? AE എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? BCക്ക് ഈക്വലാ. AEയും BCയും സെയിം ആ. ഇനി അടുത്ത കാര്യം, എടാ ഇത് രണ്ടാക്കും കോമൺ സൈഡ് അല്ലേ? ഈ ട്രയാങ്കിളിനും കോമൺ സൈഡ് അല്ലേ ഇത് എന്ന് പറഞ്ഞ്. അപ്പൊ ഇതെന്താ? രണ്ടാക്കും കോമൺ സൈഡ് ആയതുകൊണ്ട് നമുക്ക് പറയാം രണ്ട് സൈഡ്സ് ഈക്വൽ. ഇനി ഇത് 90 ആണ്, ഇതും എന്താ? 90 ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും ശരിക്കും എന്താ? നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ട്രയാങ്കിളാ. എന്ന് പറഞ്ഞാൽ സെയിം ആംഗിൾസ്, സെയിം സൈഡ്സ് ആ. അതുകൊണ്ട് എല്ലാ ആംഗിൾസും ഈക്വലാ. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാ. ഇത് രണ്ടാക്കും കോമൺ സൈഡ് ആയതുകൊണ്ട് ഈ ആംഗിളും സെയിം ആ. അടുത്ത് ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ അത് ഈ ആംഗിളാ. അപ്പൊ എന്താ? അതിന് ഓപ്പോസിറ്റ് സൈഡ് ഇതും എന്താ? ഈക്വലാ. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ എല്ലാം ഈക്വലാ. അപ്പൊ ഈ സൈഡും ഈക്വലാ നമുക്ക് അറിയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണോ? ഇവന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണല്ലോ 6, ഇവന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണല്ലോ എന്ത്? i. അപ്പൊ എന്തൊക്കെ ഈക്വലാ മക്കളെ? പറയാം. i-യും ഈക്വൽ ആണ്, r-ഉം ഈക്വൽ ആണെന്നുള്ള കാര്യം മനസ്സിലായി. സെറ്റ്. അതായത് ഈ ഒരു ലെങ്ത്തും എന്താ മക്കളെ? ഈക്വൽ ആണ്. ഈ ലെങ്ത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ 6 അല്ലേ എന്ന്, ഈ ലെങ്ത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ i അല്ലേ എന്ന്. അപ്പൊ i-ഉം r ഈക്വൽ ആണ്.
ഒന്നുമില്ല, ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ് കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആണെന്നുള്ള പ്രൂവ് യാത്രകൾ വേറൊന്നുമില്ല. ഓക്കെ, കോൺഗ്രന്റ് ആകുമ്പോൾ സൈഡ്സും സെയിം ആണ്, ആംഗിൾസും സെയിം ആണ്. അതുകൊണ്ട് ഈ ആംഗിളും സെയിം ആവണം, ഈ ആംഗിളും സെയിം ആവണം. അപ്പൊ ബാക്കിയുള്ള ആംഗിൾ ഏതാ മക്കളെ? ഈ ആംഗിൾ ഉണ്ടാവുക, ഈ ആംഗിളും എന്താവണം? സെയിം ആണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ. ജസ്റ്റ് വേർഡ്സ് പറയാൻ മാത്രമേ ഉള്ളൂ മക്കളെ. ഇനി അടുത്ത് എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് ഇൻസിഡന്റ് ഓൺ എ തിൻ പ്രിസം. അതായത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഒരു പ്രിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രിസത്തിൽ കയറി അത് റിഫ്രാക്ട് ചെയ്യും. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എന്ത് വേവ് ഫ്രണ്ട് തന്നെ ആയിരിക്കും? പ്ലെയിൻ വേവ് ഫ്രണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് ലെൻസ്. അതായത് ഒരു കോൺവെക്സ് ലെൻസിലേക്ക് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കയറി കഴിഞ്ഞാൽ അത് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ട് മാറും. കണ്ടല്ലോ, ലൈക്ക് ദിസ്. കണ്ടോ, സ്ഫെറിക്കൽ ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്ത് ഒരു സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ഒരു പിന്നെ ഇതിൽ കയറിയാലോ, ഒരു സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ലെൻസ് കയറിയാലോ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയി മാറും കോൺവെക്സ് കയറുകയാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് ഇൻസിഡന്റ് ഓൺ കോൺകേവ് മിറർ. ഓക്കെ, ഒരു കോൺകേവ് മിററിലേക്ക് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കയറിയാൽ ഒരു സ്ഫെറിക്കൽ മിറർ ആയിട്ട് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ട് എന്ത് ചെയ്യും? അത് തിരിച്ചു വരും. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ കൊഹിറന്റ് സോഴ്സ്? രണ്ട് ലൈറ്റ് റേസിനെ കൊഹിറന്റ് സോഴ്സ് എന്ന് വിളിക്കണമെങ്കിൽ ആ രണ്ട് ലൈറ്റ് റേസിന്റെയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും സെയിം ആയിരിക്കണം. അവരുടെ ഫേസ് ഒന്നുകിൽ സെയിം ഫേസ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, സോ ടു ലൈറ്റ് സോഴ്സ് ആർ സെഡ് ടു ബി കൊഹിറന്റ് ഇഫ് they have എന്താണ് സെയിം ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആൻഡ് ഇറ്റ്സ് ഫേസ് ഷുഡ് ബി സെയിം or should have constant phase difference. That okay, ഓർത്തു വെക്കുക. ഇനി ഇൻഡിഫറൻസ് എന്താ? രണ്ട് വേവ്സിന്റെ ഇൻഡിഫറൻസ് പറഞ്ഞാൽ it is a superposition of എന്താണ് two waves to form greater or lower amplitude. Okay, അതായത് ഹൈ ആംപ്ലിറ്റ്യൂഡോ ലോ ആംപ്ലിറ്റ്യൂഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വേവ്സ് എന്ത് ചെയ്യാം? കൂടി ചേരുന്ന ഫിനോമിന വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡിഫറൻസ് ഓഫ് ലൈറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിന്റെ കണ്ടീഷൻ? കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താ അറിയോ? പാത്ത് ഡിഫറൻസ് ഈസ് എന്ത്? പാത്ത് ഡിഫറൻസ് n ലാംഡ ആവണം. അതായത് ലാംഡന്റെ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആവണം എന്ന്. പാത്ത് ഡിഫറൻസ് n ലാംഡ ആണോ? പാത്ത് ഡിഫറൻസ് n ലാംഡ ആണോ? പാത്ത് ഡിഫറൻസ് n ലാംഡ ആണെങ്കിൽ എന്താണ്? അത് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസ് n ലാംഡ അല്ലെങ്കിൽ പിന്നെ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് അല്ല. ഇനി ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആവണമെങ്കിൽ പാത്ത് ഡിഫറൻസ് 2n+1 ലാംഡ ബൈ 2 ആവണം. എന്താ മക്കളെ പറ? 2n+1 ലാംഡ ബൈ 2. അത് തന്നെയാണ് ഇത്. പാത്ത് ഡിഫറൻസ് 2n+1 ലാംഡ ബൈ 2 ആവുകയാണെങ്കിൽ അതെന്താണ്? ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആയിരിക്കും. ഓർത്തു വെക്കണേ. ഇനി രണ്ട് സോഡിയം പേപ്പർ ലാമ്പ് ഇലുമിനേറ്റ് ചെയ്യുന്നു രണ്ട് പിൻ ഹോൾസ് കൂടെ. അത് ഒരിക്കലും ഇൻഡിഫറൻസ് ഉണ്ടാക്കില്ല. വൈ? രണ്ട് സോഡിയം പേപ്പർ ലാമ്പ് ഉപയോഗിക്കുമ്പോൾ ആ രണ്ട് ലാമ്പും എന്തല്ല? കൊഹിറന്റ് അല്ല, ഒരിക്കലും അല്ല. ഒരേ വാട്ടേജ് ഉള്ള ഒരേ പവറിൽ വർക്ക് ചെയ്യുന്ന ഒരേ കമ്പനിയുടെ രണ്ട് ലൈറ്റ് സോഴ്സ് എടുത്താൽ പോലും ആ രണ്ട് ലൈറ്റ് സോഴ്സും എന്താവൂല? കൊഹിറന്റ് ആവൂല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് രണ്ട് കൊഹിറന്റ് സോഴ്സ് ഉണ്ടാക്കല്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് രണ്ട് കൊഹിറന്റ് സോഴ്സും ഒരു ലൈറ്റ് സോഴ്സ് തന്നെ ഉണ്ടാക്കിയാലേ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഡെറിവേഷൻസ് ഒക്കെ ഒഴിവാക്കിയതുകൊണ്ട് ജസ്റ്റ് ഇത് പറയാം. എന്താണ്? ഒരു ലൈറ്റ് സോഴ്സ് ആണ്. ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് അവിടെ രണ്ട് സ്ലിറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ ലൈറ്റ് സോഴ്സിന് രണ്ട് സ്ലിറ്റുകളിലേക്ക് ലൈറ്റ് പോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? വീണ്ടും ലൈറ്റ് പോയിട്ട് ഇതാ ഈ സ്ക്രീനിലേക്ക് എന്ത് ചെയ്യും? കൂടിച്ചേരും. അവിടെ ഇന്റർഫറൻസ് നടക്കും. അവിടെ ഇങ്ങനെ ഫ്രിഞ്ചസ് കഥ ഇതുപോലെ ഫ്രിഞ്ചസ് കാണാൻ പറ്റും. ഡാർക്ക് ഫ്രിഞ്ചും ബ്രൈറ്റ് ഫ്രിഞ്ചും നമുക്ക് കാണാൻ പറ്റും. അതാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഡിഫൈൻ ബാൻഡ് വിഡ്ത്ത് ഓഫ് ഇന്റർഫറൻസ് പാറ്റേൺ. ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് രണ്ട് കോൺസിക്യൂട്ടീവ് ഡാർക്ക് ഫ്രിഞ്ചസോ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ഫ്രിഞ്ചസോ തമ്മിലുള്ള അകലത്തെയാണ് എന്തെന്ന് വിളിക്കുക? ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുക. ഓക്കെ, സോ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ ലാംഡ ഡി ബൈ ഡി ആണ്. ഈ ഡി പറഞ്ഞാൽ എന്താ? രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള അകലമാണെങ്കിൽ ഈ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എന്താ? സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള അകലമാണ്. ഇതാണ് മക്കളെ നോക്കുക. ഇതാണ് ശരിക്കും ക്യാപിറ്റൽ ഡി. ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്? സ്മോൾ ഡി. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ കണ്ടീഷൻ ടു പ്രൊഡ്യൂസ് ഗുഡ് ഇന്റർഫറൻസ് പാറ്റേൺ. നല്ല ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ രണ്ട് ലൈറ്റ്സും കൊഹിറന്റ് ആയിരിക്കണം. രണ്ട് ലൈറ്റ് സോഴ്സും കൊഹിറന്റ് ആയിരിക്കണം. രണ്ട് ലൈറ്റ് സോഴ്സും സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ അല്ലേ? പിന്നെ സ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം അതായത് ലാംഡ ഡി ബൈ ഡിയിൽ ഓക്കെ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഡി വാല്യൂ ലാർജർ എന്ന് പറഞ്ഞാൽ സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കണം. അത് ഡിസ്റ്റൻസ് കൂട്ടുക. അതുപോലെ രണ്ട് കൊഹിറന്റ് സോഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കുകയും ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഗുഡ് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും. ഓക്കെ ആണല്ലോ? കൊഹിറന്റ് ആയിരിക്കണം, ലൈറ്റ് സോഴ്സ് സ്ട്രോങ് ആയിരിക്കണം, പിന്നെ ക്യാപിറ്റൽ ഡി കൂട്ടുക, സ്മോൾ ഡി കുറയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ തന്നു പറയണം? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് തന്നു. ഓക്കെ അല്ലേ?
സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നു. എത്ര? 2 slits are made of 1 millimeter apart. അതായത് സ്മോൾ ഡി തന്നു. സ്മോൾ ഡി 1 millimeter ആണ്. സ്ക്രീന് 1 മീറ്റർ 1 മീറ്റർ അവേ. അപ്പൊ ക്യാപിറ്റൽ ഡി അറിയാം, സ്മോൾ ഡി അറിയാം, ക്യാപിറ്റൽ ഡി അറിയാം, ലാംഡ അറിയാം. എന്താ മക്കളെ? ലാംഡ ഡി ബൈ ഡി ആണ് എന്ത് ഫ്രിഞ്ച് വിഡ്ത്ത് വരിക. ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി നേരെ കൊടുക്കുക 0.5 millimeter എന്ന് കിട്ടും. റൈറ്റ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത പറയാണ് ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ് ബൈ 0.03 സെന്റിമീറ്റർ. 0.03 സെന്റിമീറ്റർ അകലെ സ്ലിറ്റ് ഉള്ള. അപ്പൊ ഡി കിട്ടി. ഡി എത്രയാണെന്നുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 1 point. അപ്പോൾ ക്യാപിറ്റൽ ഡി അറിയാം, സ്മോൾ ഡി അറിയാം. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രൽ ഫ്രിഞ്ച് ആൻഡ് ഫോർത്ത് ഫ്രിഞ്ച് ഈസ് 1 സെന്റിമീറ്റർ. സെൻട്രൽ ഫ്രിഞ്ചും ഫോർത്ത് ഫ്രിഞ്ചും തമ്മിൽ എത്ര എന്തുണ്ട്? 1 സെന്റിമീറ്റർ അകലുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 ഫ്രിഞ്ച് വിഡ്ത്ത് നമുക്ക് കിട്ടി. 4 ബീറ്റ is equal to 1 centimeter. അപ്പോൾ ഒരു ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയാണ്? 1/4 സെന്റിമീറ്റർ എന്നുണ്ടാവും. 0.25 സെന്റിമീറ്റർ. അപ്പൊ ബീറ്റ കിട്ടി, ഫ്രിഞ്ച് വിഡ്ത്ത് കിട്ടി. ഓക്കെ, എന്താ കാണാൻ പറഞ്ഞത്? വേവ് ലെങ്ത് ലാംഡ കാണണം. സോ ലാംഡ എന്താ? ബീറ്റ ഡി ബൈ ഡി. നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ ചെയ്തത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത് ഇന്റർഫറൻസ്. എടാ, ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ഇന്റൻസിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ കർവാണ് വരക്കാൻ പറഞ്ഞത്. അതാണത്. ഓക്കെ, ഇത് സെൻട്രൽ മാക്സിമ, സെൻട്രൽ കാണുന്ന മാക്സിമം വാല്യൂ ആണ്. പിന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനെ കിടക്കട്ടോ. ഏത് ഇന്റർഫറൻസ് ആണെങ്കിൽ ഡിഫ്രാക്ഷൻ ആകുമ്പോൾ അറിയാലോ, സെൻട്രൽ മാക്സിമ, പിന്നെ ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ കാണിക്കണം, കുറഞ്ഞ് വരണം കേട്ടോ. ഇത് ഇന്റർഫറൻസ് ആകുമ്പോൾ ഒരേ ഇന്റൻസിറ്റിയാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഡിഫ്രാക്ഷൻ? ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്സ്റ്റക്കിളിന്റെ ജോമെട്രിക് ഷാഡോയിലേക്ക് അതിന്റെ എന്താ പറയാ, അതിന്റെ കോർണേഴ്സിലൂടെ ലൈറ്റിന് ഉണ്ടാകുന്ന ബെൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്? diffraction. So diffraction is the phenomenon of bending of light through the corners of an obstacle and spread into its geometrical shadow. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്സ്റ്റക്കിളിന്റെ വക്കത്ത്, അതായത് അതിന്റെ കോർണേഴ്സ് തട്ടിയായിട്ട് ലൈറ്റ്സ് എന്ത് ചെയ്യാം? ആ ഒരു ഒബ്സ്റ്റക്കിളിന്റെ ജോമെട്രിക്കൽ ഷാഡോയിലേക്ക് എന്ത് ചെയ്യാം? സ്പ്രെഡ് ആകുന്ന ആ ഒരു ഫിനോമിനൻ വിളിക്കുന്ന പേരെന്താണ്? ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ എന്ന ഫിനോമിനൻ ഉള്ളത് കൊണ്ടാണ് ജോമെട്രിക്കൽ ഷാഡോ പക്ക ഡാർക്കായി കാണുന്നത്. ഇരുട്ട് കറുപ്പ് നിറത്തിൽ ജോമെട്രിക്കൽ ഷാഡോ കാണാത്തതിന്റെ കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. കാരണം ആ ജോമെട്രിക്കൽ ഷാഡോയിലേക്ക് എന്ത് കയറുന്നുണ്ട്? ലൈറ്റ് കയറുന്നുണ്ട് ഡിഫ്രാക്ഷൻ വഴി ട്ടോ. ഓർത്തു വെക്കുക. നെക്സ്റ്റ്, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. മക്കളെ, ഇന്റർഫറൻസും അതുപോലെ ഡിഫ്രാക്ഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർഫറൻസ് എന്താണ്? ഹാസ് നമ്പർ ഓഫ് ഈക്വലി സ്പേസ്ഡ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ച്. ഒന്നുമില്ല, അതായത് ഇന്റർഫറൻസിൽ ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് ഡാർക്ക് എല്ലാ ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെയും എല്ലാ ഡാർക്ക് ഫ്രിഞ്ചിന്റെയും ഫ്രിഞ്ച് വിഡ്ത്ത് സെയിം ആയിരിക്കും. എന്നാൽ ഡിഫ്രാക്ഷനിൽ എന്തല്ല? എല്ലാ ഫ്രിഞ്ച് വിഡ്ത്തും എന്തല്ല? സെയിം അല്ല. അടുത്ത എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ഓൾ ബ്രൈറ്റ് ഫ്രിഞ്ചസ് സെയിം ആണ് ഇന്റർഫറൻസിൽ. എന്നാൽ ഡിഫ്രാക്ഷനിലോ എല്ലാ ഇന്റൻസിറ്റിയും ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ ഇന്റൻസിറ്റി എന്തല്ല? സെയിം അല്ല. ഇനി ഇന്റർഫറൻസ് പറയുകയാണെങ്കിൽ ഡാർക്ക് ഫ്രിഞ്ചിന്റെ പിന്നെ എന്താ പറയാ, ഇന്റൻസിറ്റി 0 ആയിരിക്കും ഇന്റർഫറൻസിൽ. ഡിഫ്രാക്ഷനിലോ ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഇന്റൻസിറ്റി എന്തല്ല? 0 അല്ല, പക്ക 0 അല്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? പിന്നെ ഈ ഇന്റർഫറൻസ് നടക്കാനുള്ള കാരണം രണ്ട് കൊഹിറന്റ് സോഴ്സിൽ നിന്നുള്ള 2 ഡിസ്റ്റിങ്ക്റ്റ് വേവുകളുടെ സൂപ്പർപോസിഷൻ കൊണ്ടാണ് ഇന്റർഫറൻസ് ഒക്കെ വരിക. എന്നാൽ ഡിഫ്രാക്ഷനോ ഒരു വേവ് ഫ്രണ്ടിൽ നിന്ന്, ഒരു വേവ് ഫ്രണ്ടിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന വേവ്സിന്റെ സൂപ്പർപോസിഷൻ കൊണ്ടാണ് എന്ത്? ഡിഫ്രാക്ഷൻ. അപ്പൊ ഡിഫ്രാക്ഷനിൽ രണ്ടൊന്നും അല്ല വേവ്സ് കൂടി ചേരും, കുറെ വേവ്സ് കൂടി ചേരും. ഒരു വേവ് ഫ്രണ്ടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുറെ വേവ്സ് കൂടി ചേർന്നാണ് എന്തുണ്ടാവുക? ഡിഫ്രാക്ഷൻ. സോ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഈച്ച് പോയിന്റ് ഓൺ എ സിംഗിൾ സ്ലിറ്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത്രയുമാണ് ഇന്റർഫറൻസും ഡിഫ്രാക്ഷൻ പാറ്റേണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി എന്താ മക്കളെ പോളറൈസേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? പോളറൈസേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് റേ എന്ന് പറഞ്ഞാൽ അവിടെ കുറെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിന്റെ വൈബ്രേഷൻ ഒരു പെർട്ടിക്കുലർ പ്ലെയിനിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുന്ന ഫിനോമിനൻ ആണ് എന്ത്? പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. സോ ഇറ്റ്സ് എ ഫിനോമിനൻ ഓഫ് റെസ്ട്രിക്റ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് vibration of light into one plane is called polarization. What is plane polarized light? മക്കളെ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻ ഒരു പ്ലെയിനിലേക്ക് റെസ്ട്രിക്റ്റ് ആക്കപ്പെട്ട എന്ത് ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഫോർ എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ദ വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ആർ റെസ്ട്രിക്റ്റഡ് ഇൻ വൺ പ്ലെയിൻ ആണ് ട്ടോ. ഓക്കെ, സാധാരണഗതിയിൽ അൺപോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ കാണിക്കാം ഇങ്ങനെയാണ്
അൺപോളറൈസ്ഡ് ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഇത് റേഷൻ പ്രൊപ്പഗേഷൻ, ഉണ്ടകൾ ഉണ്ടാവും കേട്ടോ. ഇതാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻസ്. ഇങ്ങനെയുണ്ട്, ഉള്ളിലേക്കും ഉണ്ട്, ഇങ്ങനെയുണ്ട്, ഉള്ളിലേക്കും ഉണ്ട്, ഇങ്ങനെയുണ്ട്, ഉള്ളിലേക്കും ഉണ്ട് ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻസ്. എന്നാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിലോ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ നമ്മൾ കാണിക്കുക ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ മാത്രം കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുക ഉണ്ടകൾ മാത്രം കാണിക്കുക. കണ്ടോ, ഇതാണ് എന്ത്, ഇത് രണ്ടും എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ്, what type of waves show the property of polarization, transverse or longitudinal? ഉറപ്പല്ലേ ട്രാൻസ്വേഴ്സ്, ട്രാൻസ്വേഴ്സിന് മാത്രമേ ഈ പോളറൈസേഷൻ പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റുള്ളൂ. പോളറോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പോളറൈസേഷൻ ഒക്കെയർ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് പോളറോയിഡ്സ്. ഈ സൺഗ്ലാസ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സൺഗ്ലാസ് ഒക്കെ പോളറോയിഡ്സിന് എക്സാമ്പിൾസ് ആണ്. റൈറ്റ്, നെക്സ്റ്റ്, യൂസസ് ഓഫ് പോളറോയിഡ്സ്. അതായത് സൺഗ്ലാസ് ഒക്കെ നമ്മൾ സൺലൈറ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് സൺഗ്ലാസ് വെക്കുമ്പോൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യും, കട്ട് ചെയ്യാൻ സാധിക്കും. ഏത് പോളറോയിഡ്സ് ഉണ്ടെങ്കിൽ. റൈറ്റ്, ഓർത്ത് വെക്കുക കേട്ടോ. സ്റ്റേറ്റ് മാലൂസ് ലോ. മാലൂസ് ലോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. മക്കളെ നോക്കടാ, ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഈ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അത് ഒരു പോളറൈസറിൽ എൻ്റർ ചെയ്യുന്നു. അങ്ങനെ പോളറൈസറിൽ എൻ്റർ ചെയ്തു. പിന്നെ എന്ത് ചെയ്യാണ്, വേറൊരു അനലൈസർ ഉണ്ട്, ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു അനലൈസർ വെച്ചു, സോറി, അപ്പൊ ഒരു പോളറൈസറും ഉണ്ട്, ഒരു അനലൈസറും ഉണ്ട്. ഇവരെ പ്ലെയിനുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോ ഈ ഒരു സാധനം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയി മാറും. പോളറൈസറിന്റെ ഉള്ളിൽ കയറി എന്തായി മാറി, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഇനി കയറാൻ പോകുന്ന അനലൈസറിന്റെ ഉള്ളിലാണ്. അങ്ങനെ പുറത്തേക്ക് ചാടും. ആ പുറത്തേക്ക് ചാടുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടുത്തെ ലൈറ്റ് ഇന്റൻസിറ്റി I0 ആണെങ്കിൽ പുറത്തേക്ക് ചാടുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 cos സ്ക്വയർ തീറ്റ ആയിരിക്കും. ഈ കോസ് സ്ക്വയർ തീറ്റ പറഞ്ഞാൽ എന്താ, ഈ പോളറൈസറും അനലൈസറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ആ ആംഗിൾ 0 ആണെങ്കിൽ പോളറൈസറിൽ കയറുന്നത്, ഈ അനലൈസറിൽ കയറുന്ന ഇവന്റെ ഇന്റൻസിറ്റി എന്നെ പുറത്തേക്ക് ചാടും. ഈ തീറ്റ 90 ആണെങ്കിലോ ഇവന്റെ ഇന്റൻസിറ്റി തീരെ പുറത്തേക്ക് എത്തൂല. ഓക്കെ അല്ലേ? സോ ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പൊ എന്താ ലോ ഓഫ് മാലൂസ് ലോ എന്താണ്, when an unpolarized light is passed through two polarized P1 and P2 and if the angle between polaroids varies from angle between polaroids is theta, then the intensity of transmitted light will be എന്താണ് I0 cos square എന്താണ് theta ആയിരിക്കും. The intensity of transmitted light wave will be directly proportional to square of cosine of എന്താണ് angle between polarizer and the analyzer എന്ന് പറഞ്ഞാൽ മതി. That's all. Clear അല്ലേ മക്കളെ? ഇത്രയുമാണ് നമ്മൾ വേവ് ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ ഈസ് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ ആണ്. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്ററിൽ മക്കളെ ഏതൊക്കെ രീതിയിലാണ് മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുക? ഒന്ന് തെർമിയോണിക് എമിഷൻ, എങ്ങനെ ഹീറ്റ് ആക്കിയിട്ട് എമിറ്റ് ചെയ്യാം. ഫീൽഡ് എമിഷൻ, സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് വെച്ച് നമുക്ക് എമിറ്റ് ചെയ്യാം. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, ലൈറ്റ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാം, എമിറ്റ് ചെയ്യാൻ പറ്റും. സോ 3 ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻസ് ആണ്. നെക്സ്റ്റ്, എന്താ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ? It's the phenomenon of emission of electrons from the metal surface by the help of light source. Okay ആണല്ലോ? ഇനി അടുത്ത് എന്താ ഡിഫൈൻ വർക്ക് ഫംഗ്ഷൻ? ഒരു മെറ്റൽ സർഫസിന്റെ മുകളിൽ നിന്നും ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യിക്കാൻ ആവശ്യമായ മിനിമം എമൗണ്ട് ഓഫ് എനർജിയെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. So what is work function? It is the minimum energy required by an electron to escape from a metal surface is called work function. Work function equation phi0 is equal to എന്താ മക്കളെ, h nu 0 ആണ്, where nu 0 is the threshold frequency and h is the Planck's constant. Now define threshold frequency. എടാ നമ്മളെ ഈ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യണമെങ്കിൽ വരുന്ന റേഡിയേഷന്, വരുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ആ മിനിമം ഫ്രീക്വൻസിനേക്കാൾ ഫ്രീക്വൻസി കുറവാണെങ്കിൽ അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യൂല. അപ്പോൾ എന്താ threshold frequency എന്ന് പറഞ്ഞാൽ it is the minimum frequency below which there is no photoelectric emission എന്ന് പറയാം. ഓക്കേ അല്ലേ? That is known as threshold frequency. ആ threshold frequency ഇക്വേഷൻ കാണണമെങ്കിൽ phi0 is equal to h nu 0 ആണ്. nu 0 ആണ് എന്ത് threshold frequency. എന്താ work function by Planck's constant. അതന്നെയാണ് എന്ത് threshold frequency എന്ന് പറഞ്ഞാൽ ട്ടോ. Next one is okay, define stopping potential. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വഴി ഒരു കാത്തോഡ് നിന്ന് ചാടി. ഓക്കെ, ഇത് ആനോഡ്, ഇത് കാത്തോഡ്, ഇത് ആനോഡ്. ഓക്കെ ആണല്ലോ? ആനോഡ് ചെന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് ചാടി. ആ ചാടിയ ഇലക്ട്രോൺ നിങ്ങൾക്ക് നിർത്തണം. ചാടിയ ഇലക്ട്രോൺ എന്തുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. ആ എനർജി കൊണ്ട് ഇവൻ ഇവിടുന്ന് പോയി ഇവിടേക്ക് എത്തും.
അത് എത്താൻ പാടില്ല. എനിക്ക് സ്റ്റോപ്പ് ചെയ്യിക്കണം. സ്റ്റോപ്പ് ചെയ്യിക്കണമെങ്കിൽ ഞാൻ ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലും ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യലും കൊടുത്താൽ ഇങ്ങോട്ടേക്ക് പോകാൻ നോക്കുന്ന ഇലക്ട്രോണിനെ ഈ പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് വലിക്കും, ഇങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കേണ്ട റിവേഴ്സ് പൊട്ടൻഷ്യൽ ആണ്, മിനിമം റിവേഴ്സ് പൊട്ടൻഷ്യൽ ആണ്. എന്തിനാ? ടു മേക്ക് ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ സീറോ. ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി പൂജ്യമാക്കാൻ നമ്മൾ എത്ര നെഗറ്റീവ് പൊട്ടൻഷ്യൽ മിനിമം കൊടുക്കണോ അതാണ് എന്തെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈഡ് ടു ആനോഡ് അറ്റ് വിച്ച് ഫോട്ടോ എമിഷൻ സ്റ്റോപ്പ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഫോട്ടോ എമിഷൻ സ്റ്റോപ്പ് എന്ന് പറയാൻ പാടില്ല, ഫോട്ടോ എമിഷൻ സ്റ്റോപ്പ് എന്ന് പറയാൻ പാടില്ല. അറ്റ് വിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ബിക്കംസ് സീറോ. ഫോട്ടോ ഇലക്ട്രിക് കറന്റ് എന്താവണം മക്കളെ? സീറോ ആവണം. ഫോട്ടോ ഇലക്ട്രിക് കറന്റ് സീറോ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട എന്താ? നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇനി ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്താ മക്കളെ? ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു മെറ്റൽ സർഫസിലേക്ക് വരുന്ന ലൈറ്റ് റേഡിയേഷന്റെ എനർജി എന്താ? hν. ആ hν എന്തിനൊക്കെ ഉപയോഗിക്കാം? ഒന്ന് ഇലക്ട്രോണിനെ ചാടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് കൈനറ്റിക് എനർജി കൊടുക്കാൻ, ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് പറയാം, ഈ hν യൂട്ടിലൈസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കാ. ഒന്നെന്താ? വർക്ക് ഫംഗ്ഷൻ, പിന്നെന്താ? മാക്സിമം കൈനറ്റിക് എനർജി ഇമ്പാർട്ട് ചെയ്യാൻ. ഓക്കെ, സോ ഇവിടുന്ന് വേണമെങ്കിൽ ke max നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? hν മൈനസ് ϕ0 എന്ന് എഴുതാം. ϕ0 എന്താ? വർക്ക് ഫംഗ്ഷൻ ആണ്. അപ്പൊ hν മൈനസ് hν0 എന്ന് എഴുതാം. h into nu minus nu0 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഒന്നുമില്ല, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 ആണെങ്കിൽ എടാ E into V0 എന്ന് പറഞ്ഞാൽ അത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ, മാക്സിമം കൈനറ്റിക് എനർജിയാ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ആണത് കാര്യം, ഇവിടുന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് ചാടി, ഈ ചാടിയ ഇലക്ട്രോണിനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ റിവേഴ്സ് പൊട്ടൻഷ്യൽ കൊടുത്തു V0 കൊടുത്തപ്പോൾ ഈ ഇലക്ട്രോണിന്റെ മുകളിൽ വർക്ക് ചെയ്യും അല്ലെ? Q into V ആണ് വർക്ക് ഡൺ. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ മുകളിൽ ഈ റിവേഴ്സ് പൊട്ടൻഷ്യൽ എത്ര വർക്ക് ചെയ്യും? ആ വർക്ക് ആണ് മക്കളെ എന്ത്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു E into V0 ആണ്. ആ വർക്ക് കൊണ്ടാണ് അവന്റെ കൈനറ്റിക് എനർജി എത്ര ഉണ്ടായിരുന്നു? ഹാഫ് mv² എന്ന കൈനറ്റിക് എനർജി ചാടുമ്പോണ്ടേനി അതങ്ങ് സ്റ്റോപ്പായി. അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്താ? അത് ഈ വർക്ക് ഡൺ കൊണ്ടാണ് ആ കൈനറ്റിക് എനർജി ഇല്ലാണ്ടായത്. അപ്പൊ ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിന്റെ കാരണം ഈ വർക്ക് ആണ്. അപ്പൊ എന്താ? ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്, അല്ലെങ്കിൽ ke max ആണ്. അപ്പൊ ke max നമുക്ക് എന്ത് എഴുതാം? E into V0 എന്ന് എഴുതാം. So kinetic energy of maximum kinetic energy of emitted electrons will be E into V0. ഓർത്ത് വെക്കണം ട്ടോ. അപ്പോൾ എന്തൊക്കെ ഇക്വേഷൻ? K max is equal to half mv max square is equal to h into nu minus nu0, okay, is equal to E into V0 എന്നൊക്കെ എഴുതാൻ പറ്റും. റൈറ്റ്? നെക്സ്റ്റ്, ഒരു പിന്നെ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. If two photons each having energy 4 electron volt, എടാ 4 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള രണ്ട് ഫോട്ടോൺസ് മെറ്റൽ സർഫസിൽ പോയി തട്ടിയാൽ അവിടെ ഇലക്ട്രോൺ എമിഷൻ നടക്കൂല. ഒരു ഫോട്ടോണിന് വർക്ക് ഫംഗ്ഷനേക്കാൾ എനർജിയോ അറ്റ്ലീസ്റ്റ് വർക്ക് ഫംഗ്ഷന്റെ അത്രയെങ്കിലും വേണം ഒരു ഫോട്ടോണിന്, എന്നാലേ എമിഷൻ നടക്കുള്ളൂ. കാരണം ഒരു ഫോട്ടോൺ ആണ് ഒരു ഇലക്ട്രോണെ ചാടിക്കുക. രണ്ട് ഫോട്ടോൺ കൂടി പോയി ആയിട്ട് ഇലക്ട്രോണെ ചാടിക്കൂല. ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണെ ചാടിക്കുക ചെയ്യാം. റെഡി? അതുകൊണ്ട് ആ ഒരു ഫോട്ടോൺ എന്ത് വേണം? വർക്ക് ഫംഗ്ഷനോ അതിനേക്കാൾ കൂടുതലോ എന്ത് വേണം? എനർജി വേണം. ഇല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കൂല. അടുത്ത ക്വസ്റ്റ്യൻ, the work function of cesium is 2.14 electron volt. Work function 50. അത് ഞാൻ ജൂളിലേക്ക് മാറ്റാൻ 1.6 10 - 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺ വോൾട്ട് ജൂളിലേക്ക് മാറും. അത് ചെയ്തു, ഫൈന്റെ വാല്യൂ കണ്ടെത്തി. ഇനി എന്താ കാണാൻ പറഞ്ഞത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി കാണണം. വർക്ക് ഫംഗ്ഷൻ എങ്ങനെ ത്രെഷോൾഡ് ഫ്രീക്വൻസി കാണാം? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഫംഗ്ഷൻ ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? വർക്ക് ഫംഗ്ഷൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നേരെ ആൻസർ ആണ് മക്കളെ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The wavelength of incident light if the photo current is brought to 0 by a stopping potential of 0.6 volt. എടാ 0.6 വോൾട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? അതിനെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കാണണം? ഇൻസിഡന്റ് റേന്റെ വേവ് ലെങ്ത് കാണണം. ആദ്യം ഇൻസിഡന്റ് റേന്റെ ഫ്രീക്വൻസി കാണും, അതിന് നിങ്ങൾ വേവ് ലെങ്ത് കിട്ടും. അപ്പൊ എന്താ മക്കളെ നോക്കടാ? എന്താണ്? h nu is equal to വരുന്ന ഇൻസിഡന്റ് റേന്റെ എനർജി ഇസ് ഈക്വൽ ടു എന്താണ്? h nu0 പ്ലസ് എന്താണ്? വർക്ക് ഫംഗ്ഷൻ ആണ്. വർക്ക് ഫംഗ്ഷൻ മുകളിലുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ നമ്മൾ h nu0 കാണണം. എന്താ മക്കളെ h nu0? ന്യൂ നമുക്കറിയോ? ന്യൂ തന്നിട്ടുണ്ടോ?
ന്യൂ നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല സോറി നമുക്ക് എച്ച് ന്യൂ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പോവാണേ എച്ച് ന്യൂ അല്ല എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് എന്താണ് വരിക കെ ഇ മാക്സ് ആണ് വരിക എന്താ വരിക കെ ഇ മാക്സ് ആണ് വരിക റെഡിയല്ലേ സോ ഇവിടുന്ന് എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു മക്കളെ എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എന്താ 50 by h sorry ന്യൂ ഇസ് ഈക്വൽ ടു എന്താ 50 by h പ്ലസ് കെ ഇ മാക്സ് ബൈ എന്താണ് h എന്നാണ് വരിക സെറ്റ് അല്ലേ ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 50 പ്ലസ് കെ ഇ മാക്സ് ഡിവൈഡ് ബൈ h ആണ് എന്ത് ന്യൂ അപ്പൊ ഇവിടുന്ന് മക്കളെ എന്താ ന്യൂ പറഞ്ഞാൽ എന്താ c ബൈ ലാംഡ ഇസ് ഈക്വൽ ടു 50 പ്ലസ് കെ ഇ മാക്സ് ഈ കെ ഇ മാക്സ് നേരത്തെ പറഞ്ഞു ഇ വി 0 ആണ് അത് നേരെ കൊടുക്കുക ഡിവൈഡ് ബൈ എന്താണ് h തിരിച്ചിടുക അപ്പൊ എന്താ ലാംഡ ബൈ സി ഇസ് ഈക്വൽ ടു h ബൈ 50 പ്ലസ് ഇ വി 0 ആണ് ഇനി മക്കളെ എന്താണ് ലാംഡ ഇസ് ഈക്വൽ ടു CH ബൈ എന്താണ് 50 പ്ലസ് ഇ വി 0 സി എന്താ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാക്വം 3×8 ആണ് h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് 50 വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഈ എന്ന ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁹ ആണ് v0 എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് നേരെ കൊടുക്കുക നമുക്ക് നേരെ ആൻസർ ആണ് ഈ ഇക്വേഷൻ ചില മിസ്റ്റേക്ക് ഉണ്ട് മക്കളെ ഇത് പ്ലസ് ആണ് വരിക ഇത് പ്ലസ് ആണ് വരിക മറന്നുകൊണ്ട ഇത് പ്ലസ് ആണ് വരിക സോറി ഇതും പ്ലസ് ആണ് വരിക ഇതും പ്ലസ് ആണ് വരിക കേട്ടോ തെറ്റിപ്പോയതാണ് നേരെ കൊടുത്ത ആൻസർ ആണ് റൈറ്റ് ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ സംഭവങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വൺ ഈസ് വർക്ക് ഫംഗ്ഷൻ ഓഫ് CCM തന്നിട്ടുണ്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് പിന്നെ എന്താണ് എച്ച് നമുക്ക് ആവശ്യം നമുക്കറിയാം മാക്സിമം കൈനറ്റിക് എനർജി കാണണം മാക്സിമം കൈനറ്റിക് എനർജി ഇക്വേഷൻ h nu minus 50 h നമുക്ക് അറിയാം ന്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഫ്രീക്വൻസി അറിയാം അപ്പൊ h nu നേരെ കൊടുക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഇത് ഇലക്ട്രോൺ വോൾട്ട് ആണ് നേരെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുക and സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നേരെ ചെയ്ത ആൻസർ ആണ് യു വിൽ ഗെറ്റ് മാക്സിമം കൈനറ്റിക് എനർജി ഇനി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കാണണം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കാണാൻ കൈനറ്റിക് എനർജി EV0 ആണല്ലോ സോ V0 എന്താണ് കെ ഇ മാക്സ് ബൈ ഇ ആണ് ഓക്കെ അല്ലേ സോ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കെ ഇ മാക്സ് എന്താണ് ഇതാണ് കിട്ടിയിട്ട് നേരെ കൊടുക്കുക ഇലക്ട്രോൺ വോൾട്ടിലല്ല ജൂളിലുള്ള വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ബൈ ഇക്ക് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഏകദേശം നമ്മൾ 1 മണിക്കൂറും 50 മിനിറ്റുമാണ് എടുത്തത് അത്യാവശ്യം വലിയ കണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്താണ് ത്രൂ ഔട്ട് ഒന്ന് പോകണം കാരണം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അല്ലേ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ മക്കൾ വേഗം പോയി പഠിച്ചോ ഇനി സമയം വേസ്റ്റ് ചെയ്യരുത് വേഗം പോവാ വേഗം ചാപ്റ്റേഴ്സ് സൂപ്പർ ആയിട്ട് പഠിക്കുക നന്നായി പ്രിപ്പയർ ചെയ്യുക നാളത്തെ എക്സാം അടിപൊളിയായിട്ട് ചെയ്താൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം ഒരു അപ്പീലിൽ എന്നിട്ട് വേണം നമുക്ക് ബോർഡ് എക്സാമിന് എന്ത് ചെയ്യാൻ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഓക്കെ സോ നന്നായി പ്രിപ്പയർ ചെയ്യും മക്കളെ ഓൾ ദ ബെസ്റ്റ് അടുത്ത നാളെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണാം ബൈ സീ ഗുഡ് നൈറ്റ്